السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقرن في بيوتكن ولا تبرجن تبرج الجاهلية الأولى وأقمنا الصلاة وآتينا الزكاة وأطعنا الله ورسوله. صدق الله العلي العليم. وقال نبينا ومولانا محمد صلى الله عليه وسلم: فاتقوا الدنيا واتقوا النساء فإن أول فتنة بني إسرائيل كانت في النساء. أنا رجل ثقلت ظهري بزلتي فمن زل يلوي لي شفيعي ويلجأ. أغثني أجرني وعمري إلى متى بأثقال أوزاري أراني أرجع. إذا لم يكن لي من جنابك شافع شقيت فما لي غير جاهك ملجأ. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, മുഅ്മിനീങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, വിദ്യാർത്ഥിനികളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ ഒരു വിജ്ഞാന സംരംഭത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് അവസരം ലഭിച്ചു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വഴിതെറ്റുന്ന സ്ത്രീ സമൂഹം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരലോക സ്വർഗീയ ലോകത്തും നാം ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യ മനുഷ്യനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മണ്ണിൽ നിന്ന് പടച്ചു. ഇന്നൽ മർഅത ഖുലിഖത് മിൻ ളുലഇൻ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാരിയലിൽ നിന്ന് സ്ത്രീയെ അല്ലാഹു തആല പടച്ചു. നമ്മുടെ ഉമ്മയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ അല്ലാഹു തആല സൃഷ്ടിച്ചത് വാരിയലിൽ നിന്നാണ്. ഹബീബായ പുണ്യപ്രവാചകർ ഒരുപാട് ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിച്ചത് പുരുഷന്റെ വാരിയലിൽ നിന്നാണ് സ്ത്രീയെ അല്ലാഹു തആല സൃഷ്ടിച്ചു സംവിധാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരുപാട് കുറവുകളും ന്യൂനതകളും സ്ത്രീകളിൽ സൃഷ്ടിപ്പ് മുഖേന തന്നെ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ മനുഷ്യ സമുദായത്തെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു സംവിധാനിച്ചു. ആണുങ്ങൾക്ക് ഒരുപാട് ധർമ്മങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചു, സ്ത്രീകൾക്കും ഒരുപാട് ധർമ്മങ്ങൾ പഠിപ്പിച്ചു. എന്നാൽ ഓരോരുത്തരും അവരുടെ ധർമ്മങ്ങൾ പാലിക്കുന്നതിലും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിലും ഒരുപാട് വീഴ്ചകൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ സൃഷ്ടി സംവിധാനം എത്രയോ സമഗ്രവും ശാസ്ത്രീയവുമാണ്. പുരുഷനില്ലാതെ സ്ത്രീക്കോ സ്ത്രീയില്ലാതെ പുരുഷനോ നിലനിൽപ്പില്ല. സ്ത്രീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഒരുപാട് ധർമ്മങ്ങളുണ്ട്. ഈ ധർമ്മങ്ങൾ നിറവേറ്റുന്നതിൽ ഇന്ന് പല മുസ്ലിം സഹോദരിമാരും വളരെയധികം പരാജയപ്പെട്ടു പോയി. എന്നാൽ വളരെ പവിത്രവും പരിശുദ്ധവുമായ സ്ത്രീത്വം മനുഷ്യത്വമില്ലാത്ത പുരുഷന്റെ മുമ്പിൽ ലൈംഗികമായ ആസ്വാദനത്തിന് വേണ്ടി മാത്രം ഒരു പ്രദർശന വസ്തുവാക്കുന്ന
ദയനീയമായ കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രിയമുള്ള സഹോദരിമാര് വളരെയധികം വ്യക്തമായി മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിലും പുണ്യപ്രവാചകരുടെ നിരവധി ഹദീസുകളിലും ഒരുപാട് താക്കീതുകൾ സ്ത്രീകളെ നിങ്ങളെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീ സമുദായമാണ് എന്റെ സമുദായത്തിന്റെ നാശമെന്ന് പുണ്യപ്രവാചകർ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടും നിങ്ങൾ വളരെയധികം വ്യക്തമായി എന്റെ ഈ വാക്കുകൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിക്കുകയാണ്. നമ്മുടെ മലയാളത്തിന്റെ കവിയായിരുന്ന ചങ്ങമ്പുഴ ഒരിക്കൽ പാടിയത് ഞാൻ ഇവിടെ സ്മരിക്കുകയാണ്. നാരികൾ നാരികൾ ലോകനാശത്തിന്റെ നാരായ വേരുകൾ നാരകീയാഗ്നികൾ. വളരെ യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഇന്ന കൈദകുന്ന അലീം, നിങ്ങളുടെ വഞ്ചനയും ചതിയും വല്ലാത്തത് തന്നെയാണ്. പ്രിയമുള്ള സഹോദരിമാരെ, ഇന്ന് പല പുരുഷന്മാർ സംഗമിക്കുന്ന വേളകളിലും കല്യാണ സൽക്കാര സദസ്സുകളിലുമൊക്കെ തന്റെ മുഴുവൻ ഭംഗിയും ലൈംഗികാവയവങ്ങളും അതിന്റെ എല്ലാവിധ ചാരുതയോടുകൂടെ പ്രദർശിപ്പിക്കണമെന്നൊരു മാനസികാവസ്ഥ ഇന്നത്തെ പല യുവതികളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെട്ട മനഃശാസ്ത്രജ്ഞനായ പ്രൊഫസർ പ്രസാദ് മോറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, അദ്ദേഹം ഇത്തരം സ്ത്രീകളുടെ ഈ രോഗത്തെ നാർസിസം എന്നൊരു പ്രത്യേക രോഗമായി, മാനസിക രോഗമായാണ് പരിചയപ്പെടുത്തുന്നത്. പുരുഷന്റെ മുമ്പിൽ സ്ത്രീ അണിഞ്ഞൊരുങ്ങി തന്റെ തന്നേക്ക് എന്തെല്ലാം പ്രദർശിപ്പിക്കാൻ പറ്റുമോ അതെല്ലാം തന്നെ പ്രദർശിപ്പിക്കുന്ന ഒരു തരം മാനസിക രോഗമായി അദ്ദേഹം വിലയിരുത്തുന്നു. പ്രിയമുള്ള സഹോദരിമാരെ, മനസ്സിലാക്കണം, സ്വർഗപ്രവേശനത്തിന് പുണ്യപ്രവാചകര് വളരെ നല്ല എളുപ്പമാർഗമാണ് സ്ത്രീകളെ നിങ്ങളെക്കുറിച്ച് പറഞ്ഞത്. ഹബീബായ പുണ്യപ്രവാചകർ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ വസാമത് ശഹറഹാ വഹസിലത് ഫർജഹാ വതഅത് സൗജഹാ ഖീല ലഹാ ഉദ്ഖുലിൽ ജന്നത മിൻ അബ്വാബിൽ ജന്നതി ശിഅതി. ഒരു സ്ത്രീ 5 വക്ത് നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയും വിശുദ്ധമായ റമളാനിൽ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്താൽ, തന്റെ ഗുഹ്യഭാഗങ്ങളെ വളരെ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്താൽ, വതഅത് സൗജഹാ, തന്റെ ഭർത്താവിന് വഴിപ്പെട്ട് കീഴ്പ്പെട്ട് ജീവിക്കുകയും ചെയ്താൽ, അത് മതിയവൾക്ക് അവളോട് അല്ലാഹു തആല പറയുന്നത്, ഉദ്ഖുലി മിൻ അബ്വാബിൽ ജന്നതി ശിഅതി, സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളിലൂടെ ഏത് കവാടത്തിലൂടെയാണ് നിനക്ക് പ്രവേശിക്കാൻ താല്പര്യമെങ്കിൽ അതിലൂടെ പ്രവേശിച്ചു കൊള്ളുക എന്ന് അല്ലാഹു തആല ഇത്ര വലിയ സ്വാതന്ത്ര്യം കൊടുക്കുന്നത് ഈ ഒരു പെണ്ണിനാണ് എങ്കിൽ ഇത്ര എളുപ്പമാണല്ലോ പെണ്ണെ നിന്റെ സ്വർഗപ്രവേശോ. 5 വക്ത് നമസ്കരിക്കുക, റമദാനിൽ നോമ്പെടുക്കുക, പിന്നെ തന്റെ ഗുഹ്യഭാഗങ്ങൾ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നടക്കുക, തന്റെ ഭർത്താവിനെ വഴിപ്പെട്ട് ജീവിക്കുകയും ചെയ്യുക എങ്കിൽ നിങ്ങൾക്ക് ഈ സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെയുള്ള പ്രവേശനം വാഗ്ദാനം ചെയ്യപ്പെട്ടുവെങ്കിൽ അറിയുമോ, ഈ കാണുന്ന ലോകത്തെ മുഴുവൻ മുസ്ലിമീങ്ങളുടെ ഈമാൻ തുലാസിന്റെ ഒരു തട്ടിലും ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് എന്നവർ ഈമാൻ മറ്റേ തട്ടിലും വെച്ച് തൂക്കിയാൽ അബൂബക്കർ എന്നവരെ ഈമാനാണ് മികച്ചു നിൽക്കുക എന്ന് പ്രവാചകർ പഠിപ്പിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലും പ്രവാചകരോട് ഒരിക്കൽ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ നബിയേ, സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെയും ഞാൻ പ്രവേശിക്കുമോ? ആ 8 കവാടങ്ങളിലൂടെയും കടന്നു ചെല്ലാൻ നിനക്ക് പറ്റുമോ? സിദ്ദീഖേ, നിനക്കതിന് കഴിയും എന്നാണ് എന്റെ പ്രതീക്ഷ, എന്നാണ് എന്റെ ധാരണ, എന്നെ നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ സ്ത്രീ നിന്നെക്കുറിച്ച് പ്രവാചകർ പഠിപ്പിച്ചത്, നിന്നോട് ഏത് കവാടങ്ങളിലൂടെയാണോ നിനക്ക് ഇഷ്ടമുള്ളത് അതിലൂടെ കടക്കൂ എന്ന് റബ്ബ് തആല പറയും. അത് ഉറപ്പാ. അതിന് നിനക്ക് വേണ്ട കടപ്പാട് എന്തെന്നറിയുമോ? തന്റെ ഭർത്താവിനെ വഴിപ്പെട്ടുകൊണ്ട് അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിച്ചു 5 വക്ത് നമസ്കാരം റമളാൻ നോമ്പും മതി. എന്നാൽ എന്നേക്കാൾ എത്രയോ വലിയ കടമകളാണ് പുരുഷൻ അല്ലാഹു തആല പഠിപ്പിച്ചു വെക്കുന്നത്. ഒരു ദിവസം ബഹുമാനപ്പെട്ട പ്രവാചകർ തന്റെ പ്രിയപുത്രി ഫാത്തിമ ബീവിയോട് ചോദിക്കുകയാണ്, മോളെ ഫാത്തിമ, ഏറ്റവും നല്ല സ്ത്രീ ആരാണ് നിനക്കറിയുമോ? അല്ലാഹുവിന്റെ പക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പെണ്ണ് ആരാണെന്നറിയുമോ? മകൾ പറഞ്ഞു, ഇല്ല ഉപ്പ, നിങ്ങളത് പറഞ്ഞു തരൂ. നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന മർഅത്തുല്ല ഒരു പെണ്ണ്, അവൾ അന്യ പുരുഷന്മാരെ കാണുന്നില്ല, അന്യ പുരുഷന്മാർ അവളെയും കാണുന്നില്ല. അങ്ങനത്തെ പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ള സഹോദരിമാർ വളരെയധികം ശ്രദ്ധിച്ചൊന്ന് ആലോചിച്ചു നോക്കുക. നിന്നെക്കുറിച്ചത് പറയാൻ പറ്റുമോ?
ഇന്ന് നാം ആനുകാലികമായി ഇന്നത്തെ പത്രമാധ്യമങ്ങൾ പരിശോധിച്ചു നോക്കുക. വളരെ മഹത്തമായ സംസ്കാരത്തിന്റെ പിൻഗാമികളായ പെണ്ണുങ്ങളെ നാം മുസ്ലിം സ്ത്രീകള് ഇന്ന് എല്ലാവിധ തമ്മാടിത്തങ്ങളിലും അശ്ലീലതകളിലും നിങ്ങളാ മികച്ചു നിൽക്കുന്നത്. സുബ്ഹാനല്ലാഹ്. പ്രിയമുള്ള സഹോദരിമാർ, ചിന്തിച്ചു നോക്കണം. ഈ അടുത്ത് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ നമ്മുടെ കായംകുളത്തുകാരിയായ ഷക്കീറ എന്ന് റഷീദ എന്ന് പറയുന്ന ഒരു മുസ്ലിം പെണ്ണ് ഡിസ്കോഡിലൂടെ പരിചയപ്പെട്ട സുനിൽകുമാർ എന്ന ഹൈന്ദവ കാമുകനെ തന്റെ വിരിപ്പിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും ഭർത്താവില്ലാത്ത സമയത്ത് തന്റെ കിടപ്പറ ആ സുനിൽകുമാറിന് വേണ്ടി ഒരുക്കി വെച്ചു കൊടുക്കുകയും ചെയ്തു. എല്ലാം കഴിഞ്ഞ ശേഷം അവൾ ഉറക്ക ഗുളിക കൊടുത്ത് ലൈംഗിക ഉത്തേജനത്തിനുള്ള മരുന്നായെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് റഷീദ എന്ന് പറയുന്ന മുസ്ലിം പെൺകുട്ടിക്കത് കൊടുത്തുകൊണ്ട് അവളെ ഉറക്കിക്കിടത്തുകയും അങ്ങനെ അവളുടെ കഴുത്തിലും കാതിലും ഉണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ പരിച്ചെറുത്തുകൊണ്ട് എല്ലാം കവർച്ച ചെയ്തുകൊണ്ട് അവൻ പോവുകയാണ്. ഇതിന്റെ ഇടയിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ തന്നെ തലയിണ കൊണ്ട് ശ്വാസം മുട്ടിച്ചുകൊണ്ട് അവളെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ. എന്തേ സംഭവിച്ചത്? അവരുടെ ഫോൺ മുഖേനമുള്ള ബന്ധമായിരുന്നു. വളാഞ്ചേരിക്കടുത്ത് നിങ്ങൾ കണ്ടില്ലയോ, ഉമൈബ എന്ന് പറയുന്ന മുസ്ലിം പെൺകുട്ടിയുടെ മൃതദേഹം ആകെ അഴുകിയ നിലയിൽ അഴുക്കുചാലിൽ നിന്ന് കണ്ടെടുത്തു. ഒരു മിസ്കോളിലൂടെ പരിചയപ്പെട്ട ഒരു കാമുകനുമായി ബന്ധപ്പെട്ടു. അവളോട് ഒരുങ്ങി വരാൻ പറഞ്ഞു. ഒരുങ്ങി വന്നു. പക്ഷേ അവന്റെ മനസ്സിലുണ്ടായിരുന്നത് ഇവളെ കഴുത്തിലുള്ള വിലപിടിപ്പുള്ള ആഭരണങ്ങൾ അത് പിടിച്ചെടുക്കലായിരുന്നു. 2 എണ്ണമായി. പ്രിയമുള്ള സഹോദരിമാരെ, ഇത് നാദാപുരം ചേലക്കാട് പ്രദേശത്ത് ഒരു മുസ്ലിം സ്വകാരണ ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്ന അന്നാണ്. രാജേഷ് എന്ന് പറയുന്ന ഹൈന്ദവ കാമുകന്റെ കൂടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്ത് ലോഡ്ജിൽ തൂങ്ങി മരിച്ചത്. എന്തേ കാരണം? അമുസ്ലിമായ ചെറുപ്പക്കാരിലുള്ള ബന്ധം. ഇങ്ങനെ എത്രയെത്ര കഥകൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നു. അതല്ലേ പ്രവാചകർ പറഞ്ഞത്, ഇസ്രാ മിഅ്റാജിന്റെ രാത്രി എനിക്ക് റബ്ബ് തആല നരകം കാണിച്ചു തന്നു. ആ നരകത്തിൽ പകുതി മുക്കാലും പെണ്ണുങ്ങളാണ് ഉള്ളത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ പ്രിയമുള്ള സഹോദരിമാരെ, നിങ്ങൾക്ക് വിശുദ്ധമായ ഇസ്ലാം വളരെയധികം കൃത്യവും വ്യക്തവും യുക്തവുമായ മാർഗരേഖ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതിന് എന്നോടല്ല നിങ്ങൾക്ക് എതിർപ്പ് വേണ്ടത്, അള്ളാഹുവിന്റെ പ്രവാചകനോടും ഇസ്ലാമിനോടുമാണ്. അറിയുമോ, അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ നബിതങ്ങൾ ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്ന് തന്റെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമാനെ വിളിക്കുകയാണ്. നബിതങ്ങളങ്ങ് പൊട്ടി കരയുന്നുമുണ്ട്. ഫാത്തിമ ബീവി ചോദിച്ചു, എന്തിനാണ് ഉപ്പാ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? നബിതങ്ങൾ പറയുന്നു, റഅയ്തു നിസാ ലൈലത ഉസ്രിയ ബി ഇല സമാഇ മിൻ ശിദ്ദതി അദാബ്. ഇസ്രാ മിഅ്റാജിന് ഞാൻ നരകത്തിൽ വെച്ച് ഒരുപാട് പെണ്ണുങ്ങൾ വളരെ കഠിനമായ രീതിയിൽ ശിക്ഷിക്കപ്പെടുന്നത് ഞാൻ എൻ്റെ കണ്ണുകളെ കൊണ്ട് കണ്ടു. ഫാത്തിമ നോക്കൂ. ഫാത്തിമ ബീവി ചോദിച്ചു, ഏതൊക്കെ പെണ്ണുങ്ങളാണ് നിങ്ങൾ കണ്ടത്? നബിതങ്ങൾ പറയുന്നു, റഅയ്തു ഇംറഅതൻ മുഅല്ലഖതൻ ബിശഅരിഹാ വയുഗ്ലാ ദിമാഉ റഅസിഹാ. നരകത്തിന്റെ ഒരു താഴ്വരയിൽ ഞാൻ ചെന്ന് നോക്കിയപ്പോ ഒരുപാട് പെണ്ണുങ്ങൾ അവരെ തലമുടിയിൽ ഇങ്ങനെ തൂക്കിയിടപ്പെട്ടിരിക്കുകയാണ്. അവരുടെ തലച്ചോറ് ഇങ്ങനെ തിളച്ച് മറിയുകയാണ്, ചൂടാക്കപ്പെടുകയാണ്. അങ്ങനത്തെ ഒരുപാട് പെണ്ണുങ്ങളെ ഞാൻ കണ്ടു. പിന്നെ ഞാൻ പോയപ്പോ പിന്നെ കണ്ടത് റഅയ്തു ഇംറഅതൻ മുഅല്ലഖതൻ ബിലിസാനിഹാ. തന്റെ നാവിൽ തൂക്കിയിടപ്പെട്ട ഒരുപാട് പെണ്ണുങ്ങളെ ഞാൻ കണ്ടു. ഖദുഖ്രിജത് യദുഹാ മിൻ ലഹ്രിഹാ. ആ പെണ്ണിന്റെ കൈകൾ പിറകോട്ട് കെട്ടിയിടപ്പെട്ടിരിക്കുകയാണ്. വൽ ഖതിറാന യുസബ്ബു ഫീ ഹൽഖിഹാ. അവളെ തൊണ്ടയിലേക്ക് നല്ല ചൂടുള്ള ഒഴിച്ചിങ്ങനെ കൊടുക്കുകയുമാണ്. പിന്നെ ഞാൻ പോയപ്പോ റഅയ്തു ഇംറഅതൻ മുഅല്ലഖതൻ ഖദ് ശുദ്ദത് രിജ്ലാഹാ മഅയദൈഹാ ഇലാ നാസിയതിഹാ. തന്റെ 2 കൈകളും കാലുകളും കൂട്ടി ബന്ധിക്കപ്പെട്ട ഒരു പെണ്ണുങ്ങളെ ഞാൻ കണ്ടു. വഖദ് സുല്ലിതതു അലൈഹിൽ അകാരിബു വൽ ഹയ്യാ.
ഉഗ്രൻ വിഷമുള്ള വിഷസർപ്പങ്ങളും തേളുകളും പാമ്പുകളുമൊക്കെ ആ പെണ്ണുങ്ങളെ വല്ലാതെ കുത്തി നോവിക്കുന്നുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് പൊന്നാര പ്രവാചകന്റെ കണ്ണുകൾ നിറയുകയാണ്. പിന്നെ ഞാൻ കണ്ടത് വറഅയ്തു ഇംറഅതൻ, വേറെ ഒരു പെണ്ണിനെ കണ്ടു, തൂഖുലു ജസദഹാ വന്നാറു തൂഖുദു മിൻ തഹ്തിഹാ, നിർബന്ധിക്കപ്പെട്ട് അവൾ സ്വന്തം ശരീരം തിന്ന് കടിച്ചു മുറിക്കുകയാണ്. അവൾക്ക് താഴെയതാ തീ ആളി കത്തിക്കപ്പെടുന്നുമുണ്ട്. വറഅയ്തു ഇംറഅതൻ, വേറെ ഒരു പറ്റം പെണ്ണുങ്ങളെ ഞാൻ കണ്ടു. സുബ്ഹാനല്ലാഹ്, തഖ്തഉ ജസദഹാ ബിമിഖറാദിൻ മിനന്നാർ, തീയിനാലുള്ള മൂർച്ചയേറിയ കടാരകളെ കൊണ്ട്, കത്രികകളെ കൊണ്ട് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ മുറിക്കപ്പെടുന്ന പെണ്ണാണ്. പിന്നെ ഞാൻ വറഅയ്തു ഇംറഅതൻ, വേറെ ഒരു പെണ്ണിനെ കണ്ടു. റഅസുഹാ കറഅസിൽ ഖിൻസീർ, ആ പെണ്ണിന്റെ തലയുടെ രൂപം പൂർണ്ണമായും ഒരു പന്നിയുടെ രൂപമാണ്. വബദനുഹാ കബദനിൽ ഹിമാർ, ആ സ്ത്രീയുടെ ശരീരം മുഴുവനായും കഴുതയുടെ കോലത്തിലുമാണ്. ലഹാൽ അൽഫു നൗഇൻ മിനൽ അദാബ്, ആയിരം ശിക്ഷകളാണ് അവൾ ശിക്ഷിക്കപ്പെടുന്നത്. പിന്നെ ഞാൻ കണ്ടത് വറഅയ്തു ഇംറഅതൻ അലാ സൂറത്തിൽ കൽബി, നായയുടെ രൂപത്തിലുള്ള പെണ്ണുങ്ങളെ കണ്ടു. തദ്ഖുൽ അഖാരിബു വൽ ഹയ്യാതു മിൻ ഖുബുലിഹാ, അവരുടെ മുൻദ്വാരത്തിലൂടെ പാമ്പുകളും തേളുകളും പ്രവേശിച്ചുകൊണ്ട്, വതഖ്റുജു മിൻ ദുബുരിഹാ, പിൻഭാഗത്തിലൂടെ പുറത്തു പോവുകയാണ്. വൽ മലായികതു, ആയിരക്കണക്കിന് വരുന്ന മലക്കുകളോ, യദ്രിബൂന അലാ റഅസിഹാ ബിമഖാമി മിനന്നാർ, ഇരുമ്പിനാൽ ചൂടാക്കിയ തീയിനാലുള്ള ഒരുപാട് ദണ്ഡുകളെ കൊണ്ട് അവളുടെ തലകൾ അടിച്ചങ്ങ് പൊളിക്കുകയാണ്. ഇതങ്ങ് പറയുമ്പോ രണ്ട് കണ്ണും നിറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട മകളായ ഫാത്തിമ ചോദിക്കുകയാണ്, നബിയേ, മാ കാനത്ത് അഅ്മാലു ഹൗലാഇൻ നിസാ, ഉപ്പാ, നിങ്ങൾ ഈ കണ്ട ഇത്ര വലിയ കഠിന കഠോര ശിക്ഷകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങൾ ദുനിയാവിൽ ഏതു തരം തെറ്റുകളാണ് ചെയ്തിരുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകർ പ്രിയപ്പെട്ട പൊന്നുമകൾക്ക് ഓരോന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. മോളെ, ആദ്യം ഞാൻ കണ്ടത് അമ്മൽ മുഅല്ലഖതു ബിശഅരിഹാ, തന്റെ മൊത്തം തലമുടികളിൽ ഇങ്ങനെ തൂക്കിയിടപ്പെട്ട പെണ്ണുണ്ടല്ലോ. വയുവലാദ്യമാഹ, അവരുടെ തലച്ചോറ് ചൂടാക്കി ഇങ്ങനെ തിളക്കപ്പെടുകയാണ്, തിളച്ചുമറിയുകയാണ്. ഏതാണ് ആ പെണ്ണെന്നറിയണോ? വകാനതു തഖ്തമു ശഅറഹാ ലാ തഖ്തമു ശഅറഹാ മിനൽ റിജാൽ, അന്യ പുരുഷന്മാരിൽ നിന്ന് തന്നെ തലമുടി മറക്കാത്ത പെണ്ണായിരുന്നു. സഹോദരി, ഇന്ന് നിന്റെ തലയുടെ രോമങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു രോമം, ഒരു പിടി, ഒരു മുടി ഒരാളെ പിടിച്ചു വലിച്ചാൽ എന്തുമാത്രം വലിയ വേദനയാണ് നിനക്കുള്ളത്. എന്നാൽ നിന്റെ മുഴുവൻ തലമുടിയിൽ നീ തൂക്കിയിടപ്പെടുമെങ്കിൽ അന്യ പുരുഷന്മാരിൽ നിന്ന് തലയുടെ രോമമുടികൾ, തലയുടെ മുടികൾ മറക്കാത്തവളായിരുന്നു. നിന്നെ കുറിച്ചല്ലയോ ഈ കണ്ടത്, നിന്നെയല്ലയോ ഈ കണ്ടത്? പിന്നെ നബി തങ്ങൾ ഫാത്തിമ ബീവിക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അമ്മൽ മുഅല്ലഖതു ബിലിസാനിഹാ, തന്റെ നാവിൽ തൂക്കിയിടപ്പെട്ട പെണ്ണാരെന്നറിയണോ? ഫകാനത് തൂദി സൗജഹാ ബിലിസാനിഹാ, തന്റെ ജീവിതത്തിൽ കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ട് വീട്ടുകാർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുന്ന പാവപ്പെട്ട ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ, നാക്കുകൊണ്ട് ഭർത്താവിനെ വേദനിപ്പിച്ച പെണ്ണാണ്. അവളെയാണ് നരകത്തിൽ നാക്കിൽ തൂക്കിയിടപ്പെട്ടിരിക്കുന്നത്. എന്നിട്ടാ ശിക്ഷിക്കപ്പെടുന്നത്. മാമിൻ ഇംറഅത്തിൻ തൂദി സൗജഹാ ബിലിസാനിഹാ, മോളെ, ദുനിയാവിൽ വെച്ച് തന്റെ ഭർത്താവിനെ നാവുകൊണ്ട് ഏതൊരു പെണ്ണാണ് വേദനിപ്പിക്കുന്നത്? ഇല്ലാ ജഅലല്ലാഹു ലിസാനഹാ യൗമൽ ഖിയാമത്തി 70 ദിറാ, ആ പെണ്ണിന്റെ നാവിൽ 70 മുഴം നീളമുണ്ടാകും പരലോകത്ത്. എന്നിട്ട് തന്റെ കഴുത്തിൽ ആ നീളമുള്ള നാക്കങ്ങനെ വളച്ച് പൂട്ടപ്പെടിരിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകരെ പഠിപ്പിക്കുകയാണ്.
എങ്കിൽ പ്രിയമുള്ള സഹോദരി ശരിക്കും മനസ്സിലാക്കിക്കോ. പിന്നെ അല്ലാഹുവിന്റെ നിബിധങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, മാമിൻ ഇംറത്തിൻ ഖാലത്ത് ലിസൗജിഹാ മാ റഅയ്തു മിൻക ഇല്ലാ ഖൈറാ. ഒരുപാട് കാര്യങ്ങൾ ഭർത്താവിന് കുടുംബത്തിന് ഭാര്യയ്ക്ക് ഭർത്താവ് ചെയ്തു കൊടുത്തിട്ടും ഭർത്താവിനോട് നിങ്ങളിൽ ഒരു ഖൈറും ഞാൻ കാണുന്നില്ല എന്ന്, ഭർത്താവിനെ വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങളിൽ ഒരു നന്മയും ഞാൻ കാണുന്നില്ല എന്ന് എന്ത് ചെയ്താലും കുറ്റം മാത്രം കാണുന്ന പെണ്ണിനെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകർ പറയുന്നത്, അഹ്ബത്തല്ലാഹു അമലഹാ 70 സനാ. 70 കൊല്ലം നിസ്കാരവും ദിക്റും സലാത്തും നോമ്പുമുള്ള 70 കൊല്ലം ഒരുപാട് ഇബാദത്തെടുത്ത പെണ്ണാണെങ്കിലും ശരി, വലവ് കാനത് തസൂമുൻ നഹാറ വതഖൂമുൽ ലൈല, രാത്രി തഹജ്ജുദ് നിസ്കാരം, പകൽ മുഴുവൻ സുന്നത്ത് നോമ്പ്, അങ്ങനത്തെ പെണ്ണാണെങ്കിലും ശരി 70 കൊല്ലത്തെ മുഴുവൻ അമലുകളും അല്ലാഹു തആല നശിപ്പിച്ച് കളയുന്നതാണ്. തന്റെ ഭർത്താവിനോട് നാവ് കൊണ്ടൊരു വാക്കുകൾ പറഞ്ഞു പോയാൽ. പിന്നെയോ നബിതങ്ങൾ പഠിപ്പിക്കുന്നു, യബ്നതി പ്രിയമുള്ള മോളെ, അയ്യുമംറാത്തിൻ അബദത്ത് കഇബാദത്തി മറിയം ബിൻത ഇംറാൻ. ബഹുമാനപ്പെട്ട മറിയം ബീവിയുടെ അത്ര ഇബാദത്ത് ഒരു പെണ്ണ് എടുത്തു എന്ന് വെക്കുക. പക്ഷേ തുമ്മലം യുർലൻഹാ സൗജുഹാ, പക്ഷേ തന്റെ ഭർത്താവിന്റെ തൃപ്തിയും പ്രീതിയും കരസ്ഥമാക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. എന്നാൽ ലാ യഖ്ബലുല്ലാഹു തആല മിൻഹാ. ഖുർആനിൽ അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് മാതൃകയായി പറഞ്ഞ മറിയം ബീവിയുടെ അത്ര അമലുണ്ടെങ്കിലും പടച്ച തമ്പുരാൻ അത് സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരിമാരെ ശരിക്കും ആലോചിച്ചു നോക്കുക. പിന്നെ നബിതങ്ങൾ ഫാത്തിമാക്ക് പറഞ്ഞു കൊടുക്കുന്നു, അമ്മൽ മുഅല്ലഖതു ബിരിജിലൈഹാ, തന്റെ 2 കാലിൽ തൂക്കിയിടപ്പെട്ടിരിക്കുന്ന പെണ്ണാരെന്നറിയുമോ? കാനത്ത് തഖറുജു മിൻ ബൈതി സൗജിഹാ ബിഗൈരി ഇദ്നിഹി, ഭർത്താവിന്റെ സമ്മതമില്ലാതെ വീടുകളിൽ നിന്ന് ഇറങ്ങി നടക്കുന്നവളായിരുന്നു. എന്തെങ്കിലും ഒരു ചെറിയ കാരണങ്ങൾ കിട്ടുമ്പോഴേക്ക് ഭർത്താവിനോട് സമ്മതം ചോദിക്കുന്നില്ല, ചോദിച്ചാൽ സമ്മതിക്കുന്നില്ലെങ്കിലും തന്നെ അവളുടെ നിർബന്ധത്തിന് വേണ്ടി അവന്റെ തൃപ്തിയില്ലാതെ പുറത്തിറങ്ങുന്നു. അങ്ങനത്തെ സ്ത്രീകൾക്കുള്ള ശിക്ഷയാ നബിതങ്ങൾ കണ്ടത്. വമ്മല്ലത്തി തുഖുലു ജസദഹാ, മലക്കുകളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ശിക്ഷിക്കപ്പെടുകയാണ്. ഒരു പറ്റം പെണ്ണുങ്ങൾ സ്വന്തം ശരീരമാണ് അവരെ കടിച്ചു തിന്നുന്നത്. അവർക്ക് വേദനയുണ്ട്, പക്ഷേ ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഏതാണ് ആ പെണ്ണുങ്ങളെന്നറിയണോ? ഫകാനത്ത് തതസയ്യനു ലിൽരിജാൽ, അന്യപുരുഷന്മാർക്ക് വേണ്ടി ഭംഗിയാക്കി മോടിയിൽ നടക്കുന്നവരായിരുന്നു. വമ്മല്ലത്തി തഖ്തഉ ജസദഹാ ബിമിഖറാദിൻ മിനന്നാർ, വമ്മല്ലത്തി മറ്റേ ഒരു പെണ്ണ്, അല്ലത്തി തുഖ്തഉ ജസദഹാ ബിമിഖറാദിൻ മിനന്നാർ, തീനാനുള്ള കത്രികകളെ കൊണ്ട് ശരീരാവയവങ്ങൾ മുറിക്കപ്പെടുന്ന പെണ്ണാരെന്നറിയണോ? ഫകാനത് തുശൈറു നഫ്സഹാ ലിന്നാസ്, അന്യപുരുഷന്മാർക്ക് തന്റെ ശരീരത്തിന്റെ മാംസളമായ ഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്നവളായിരുന്നു. എന്തിനു വേണ്ടി? ലിയറൗസീനതഹാ, അവളുടെ ഭംഗിയും അഴകും നിറവും മറ്റുള്ളവർ കാണാൻ വേണ്ടി. വഹിബ്ബകുല്ലു മൻ യറാഹാ, ആര് അവളെ കണ്ടു അവരുടെ മനസ്സിലൊക്കെ ഇവളോടൊരു ഇമ്പമുണ്ടാകണം. അതിനു വേണ്ടി തന്റെ ഭംഗി പ്രദർശിപ്പിച്ചു നടന്ന പെണ്ണെ, ആ പെണ്ണ് പരലോകത്ത് എങ്ങനെ ശിക്ഷിക്കപ്പെടുമെന്നറിയണോ? ഇരുമ്പിനാൽ തീയിനാലുള്ള കത്രികളെ കൊണ്ട് ശരീരങ്ങളെ കടിച്ചു മുറിക്കുകയാണ്. വമ്മല്ലത്തി ശുദ്ധത്തിന് തന്റെ കൈകളും കാലുകളും ബന്ധിപ്പിക്കപ്പെട്ടുകൊണ്ട് മൂർദാവിലേക്ക് വലിച്ചു കെട്ടിയ പെണ്ണ്. വസുല്ലിതതു അലൈഹൽ ഹയ്യാത്ത്, പാമ്പുകളും തേളുകളും കുത്തി നോവിക്കുന്ന പെണ്ണ് ആരെന്നറിയോ? ഫകാനത്ത് തഖ്ദിറു അലസ്സലാ, നിസ്കരിക്കാനുള്ള കഴിവും ആരോഗ്യവും ഒക്കെ ഉണ്ട്. എന്നിട്ടും ലം തതവല്ല, അവൾ വുളു എടുത്തിട്ടില്ല. വലം തുസല്ലി, നമസ്കരിച്ചിട്ടില്ല. വലം തഗ്തസിൽ മിനൽ ജനാബ, ഭാര്യ ഭർത്തൃബന്ധം കഴിഞ്ഞ് ജനാബത്തുകാരിയായി വലിയ അശുദ്ധിക്കാരിയായി. മിനൽ ഹൈദ് വൻ നിഫാസ്, ഹൈദും നിഫാസിൽ നിന്നൊക്കെ ശുദ്ധിയായിട്ടും കൃത്യമായി കൂടി അവർ കുളിക്കുന്നില്ല. ഏതായാലും വൈകുന്നേരമോ ഉച്ചസമയമോ വീട്ടിലെ മുഴുവൻ പണികൾ കഴിഞ്ഞ് കുളിക്കുമ്പോ മാത്രം നെയ്യത്ത് വെച്ചാൽ മതി.
മതി എന്ന് കരുതി സുബഹി നിസ്കരിക്കാൻ അവിടെ കുളിക്കുന്നില്ല. ഇങ്ങനെ ഹൈദു നിഫാസ് ജനാബത്തിൽ നിന്ന് കൃത്യനിഷ്ഠതയോട് കുളിക്കാതിരിക്കുന്ന പെണ്ണ് അവൾക്കുള്ള ശിക്ഷയെ അള്ളാഹുവിന്റെ പ്രവാചകരെ കണ്ടിരിക്കുന്നത് അവളുടെ കൈകാലുകൾ അങ്ങ് മുർദാവിലേക്ക് വലിച്ചു കെട്ടുകയും അതുപോലെ തന്നെ വലിയ വലിയ ഉഗ്രൻ വിഷമുള്ള സർപ്പങ്ങളും പാമ്പുകളും അവളെ കുത്തി നോവിക്കുകയും ചെയ്യുന്നു. ഇനി കണ്ടോ, പന്നയുടെ തലയുള്ള പെണ്ണാരെന്നറിയണോ? കഴുതയുടെ ശരീരമുള്ള പെണ്ണാരെന്നറിയണോ? പരദൂഷണം പറഞ്ഞു നടക്കുകയും കുടുംബക്കാരിലും നാട്ടുകാരിലും ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും പറഞ്ഞ് നാവിന് നീളമുള്ള കുറെ പെണ്ണുങ്ങളുണ്ടല്ലോ, അവരാണ് നാളെ പരലോകത്ത് അവരുടെ തല പന്നിയാ, അവരുടെ ശരീരം മുഴുവൻ കഴുതയാ. അമ്മല്ലത്തി അലാ സൂറത്തിൽ കൽബേ, മോളെ ഞാൻ നായയുടെ രൂപത്തിൽ കണ്ട പെണ്ണ് ഫകാനത്ത് ഫത്താനത്തൻ തുബ്ഗിലു സൗജഹാ, തന്റെ ഭർത്താവിനെ ദേഷ്യം പിടിപ്പിക്കുന്ന ഫിത്നക്കാരിയായിരുന്നു. പ്രിയമുള്ള സഹോദരിമാരെ കേൾക്കണം, അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, അൽ മർഅതു, ഒരു പെണ്ണ്, ഇദാ ഖറജത് മിൻ ബാബിദാരിഹ, നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നല്ല മുടിയോടുകൂടെ അലങ്കാരത്തോടുകൂടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ അവരുടെ ഭർത്താവിന്റെ മനസ്സിലുമുള്ളത് ഇവൾ എല്ലാ ഭംഗിയും അങ്ങ് പ്രദർശിപ്പിക്കട്ടെ, നാട്ടുകാർ കാണട്ടെ എന്റെ ഭാര്യ ഭംഗിയുള്ളവളാ, സുന്ദരിയാണ് എന്ന് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങുമ്പോ അതിൽ നിന്ന് അവളെ ഔറത്ത് പ്രദർശിപ്പിക്കുമ്പോ അല്ലാഹുവെ പേടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്നവളെ വിലങ്ങാത്ത പെണ്ണുണ്ടല്ലോ. എന്നാ കേട്ടൊരു പെണ്ണങ്ങനെ ഇറങ്ങിയാൽ ഭർത്താവിന് അതിനോട് സമ്മതമാണെങ്കിൽ ആ പെണ്ണ് വെക്കുന്ന ഓരോ കാൽവെപ്പുകൾക്കും അല്ലാഹു ആ ഭർത്താവ് ഉണ്ടാക്കി വെക്കും നരകീയാഗ്നികൾ, നരകക്കുണ്ടാരത്തിൽ ആ പെണ്ണ് എത്ര കാൽവെപ്പുകൾ വെക്കുന്നുണ്ടോ അതിന്റെ തോതനുസരിച്ച് ആ പെണ്ണിന്റെ ഭർത്താവിന് നരകത്തിൽ വീടുണ്ടാക്കുമെന്ന് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയമുള്ള യുവാക്കളോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലൊക്കെയുള്ള വികാരങ്ങൾ ഇതാകുമല്ലോ, നിങ്ങളുടെ ഭാര്യമാർ അണിഞ്ഞൊരുങ്ങി ഭംഗിയും മടിയും ശരീരഭാഗങ്ങളും പ്രദർശിപ്പിച്ചിറങ്ങുമ്പോ അതിനോടൊക്കെ സമ്മതവും പൊരുത്തവും നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെങ്ങോട്ട് എത്ര കാൽവെപ്പുകളാണോ വെക്കുന്നത് അതിന്റെ തോതനുസരിച്ച് നിനക്ക് നരകത്തിൽ വീടുണ്ടാക്കപ്പെടും കേട്ടോ. ഇതൊരു കളവ് പോലും പറയാത്ത ഹബീബ് പറഞ്ഞതല്ലേ. സ്വർഗീയ പെണ്ണുങ്ങളായ ഹൂറൈൻ പെണ്ണുങ്ങളെ മഹത്വമായി ഖുർആൻ പറഞ്ഞത് ഇറങ്ങി നടക്കുന്ന പെണ്ണുങ്ങളെന്നല്ല, തണ്ടുകളിൽ അടങ്ങിയൊതുങ്ങി കഴിയുന്ന പെണ്ണുങ്ങളെന്ന ഹൂറൈനുകളെ കുറിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പോലും പുകഴ്ത്തി പറയുന്നത്. അപ്പ ഹൂറൈനുകളെ പുകഴ്ത്തലായി അല്ലാഹ് പറയുന്നത് അവരെ വീട്ടിനുള്ളിൽ അടങ്ങിയൊതുങ്ങി ലജ്ജയോടുകൂടെ ഒളിഞ്ഞു മറഞ്ഞ് കഴിയുക എന്നുള്ളതാണ്, അല്ലാതെ എങ്ങാടിയിലൂടെയും മറ്റുമൊക്കെ തെണ്ടി നടക്കലല്ല. പ്രിയമുള്ള സഹോദരിമാർ, നിസ്കാരത്തിന്റെ കാര്യവും നിങ്ങൾ ചിന്തിക്കണം. ആ നിസ്കാരത്തിന് വേണ്ടി വക്കാനത്ത് നിസ്കരിക്കാൻ വളരെ വലിയ മടിയുള്ള പെണ്ണുങ്ങളെ കുറിച്ചാണ് നബി തങ്ങൾ പറഞ്ഞത്. വലിയ പാമ്പുകളും സർപ്പങ്ങളും അവരെ നോവിക്കുന്നുണ്ട് എന്ന്. പെണ്ണെ, ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ, 5 വക്ത് നിസ്കാരം തന്നെ കൃത്യനിഷ്ഠയോടെ നീ നിർവഹിക്കുന്നുവെങ്കിൽ ഒരുപാട് ദോഷങ്ങളിൽ നിന്ന് നിനക്ക് വിട്ടു നിൽക്കാൻ കഴിയും. ലോകത്തെ ഒരു വലിയ തഫ്സീർ ഗ്രന്ഥമാണല്ലോ തഫ്സീർ റാസി. അതിൽ ബഹുമാനപ്പെട്ട ഇമാം ഫഖറുദ്ദീൻ റാസി ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന സൂറത്തിന്റെ വ്യാഖ്യാനത്തിനാ പറയുന്നത്. വൽ അസ്ർ, അസ്ർ നിസ്കാരത്തെ തന്നെയാണ് സത്യം എന്നൊരർത്ഥവും അതിനുണ്ട് എന്ന് വിശദീകരിച്ച് മഹാനവറുകൾ പറയുകയാണ്. ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ നബി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് അതാ ഒരു പെണ്ണ് മദീനയിലൂടെ ഇങ്ങനെ വിളിച്ചു കൂവി നടക്കുകയാണ്. ഐന മുഹമ്മദു, എവിടെയാണ് മുഹമ്മദ്, എവിടെയാണ് മുഹമ്മദ്, ദുല്ലൂനി, എനിക്ക് കാണിച്ചു തരൂ, കാണിച്ചു തരൂ. സഹാബികൾ നബി തങ്ങളോട് പറഞ്ഞു, ഇന്നംറാതൻ തസീഖു ഫീ സഖഖിൽ മദീന, നബിയെ ഒരു പെണ്ണ് മദീനയുടെ പെരുവാരങ്ങളിൽ നിങ്ങളെ അന്വേഷിച്ചുകൊണ്ട് വിളിച്ചു കൂവി നടക്കുന്നു നബിയേ. നബി തങ്ങൾ പറഞ്ഞു, ആ പെണ്ണിനെ ഇങ്ങോട്ട് വിളിക്കൂ. സഹാബികൾ ആ പെണ്ണിനെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ഹാജരാക്കുമ്പോ നബി തങ്ങൾ ചോദിച്ചു, മാദാ ഹദദ, എന്തിനാ കരയുന്നത്? ആ പെണ്ണ് പറയുന്നു, നബിയേ ഇന്നി അദ്നബതു ദംബൻ അലീമാ ഹല്ലിയ മിൻ തൗബ, ഒരു വലിയ തെറ്റ് ഞാൻ ചെയ്തു പോയി, എനിക്കതിൽ തൗബയുണ്ടോ? എന്താ നീ ചെയ്തു തെറ്റ്? ആ പെണ്ണ് പറയുന്നു, നബിയേ ഗാബ അന്നി സൗജി, എന്റെ ഭർത്താവ് വീട്ടിലില്ലാത്ത സന്ദർഭത്തിൽ ഞാൻ വ്യഭിചരിച്ചു പോയി. അങ്ങനെ ഞാനൊരു കുഞ്ഞിന് ജന്മം നൽകി. ആ കുഞ്ഞ്, ഞാൻ വ്യഭിചാരത്തിൽ എനിക്കുണ്ടായ കുഞ്ഞിനെ അൽഖൈതൂഫിന് ഒരു ടിന്ന് സുറുക്കയിൽ ആ കുഞ്ഞിനെ ഇട്ടുകൊണ്ട് ഞാൻ അവനെ കൊന്നു. എന്നിട്ട് ആ കുട്ടിയെടുത്ത് ഞാൻ കുടിച്ചു മൂടി നബിയേ. ആ സുറുക്ക ഞാൻ അങ്ങാടിയിൽ ചെന്ന് ചന്തയിൽ കൊണ്ടുചെന്ന് കച്ചവടക്കാരന് വിൽക്കുകയും ചെയ്തു. എന്റെ ഭർത്താവിനെ വഞ്ചിച്ചു, ഞാൻ വ്യഭിചരിച്ചു, കുട്ടിയെ സുറുക്കയിലിട്ട് കൊന്നു. ആ സുറുക്ക ഞാൻ വിറ്റു. ഈ വലിയ ഗുരുതരമായ തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് തൗബയുണ്ടാ? ഉടനെ അല്ലാഹുവിന്റെ റസൂല് കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ഹല്ലാ തറക്കത്തി സ്വലാത്തുൽ അസ്രി, പെണ്ണെ ഒരു അസ്ർ നിസ്കാരം നീ ഉപേക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. അതിന്റെ എല്ലാം ഗുരുത്തക്കേടാണ് ഈ മുഴുവൻ തെറ്റുകളുടെയും നൂലാമാലകൾ ഉണ്ടാകാൻ കാരണോ. ഇനി നിങ്ങൾ ചിന്തിക്കണം, ഒരു കല്യാണമോ സൽക്കാരമോ മറ്റു വിശേഷങ്ങൾ ഉണ്ടാകുമ്പോ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ ഒരു അസർ നിസ്കാരം ഉപേക്ഷിച്ചതിന്റെ പേരിൽ ഈ പെണ്ണ് ചെയ്തു പോയ പാപങ്ങളുടെ കൂമ്പാരങ്ങൾ എത്രയാണ് അറിയോ? ഒരു സ്വഹാബി അതാ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഓടുകയാണ്. ദിക്റുമില്ല, സ്വമ്മത്തുള്ള ദുആകളുമില്ല, തസ്ബീഹുകളുമില്ല. സലാം വീട്ടി ഉടനെ തന്നെ നബി തങ്ങളെ മസ്ജിദിൽ നിന്ന് ഓടുകയാ. നബി തങ്ങൾ അയാളെ വിളിച്ചുകൊണ്ട് ഉപദേശിക്കുന്നു, മനുഷ്യ എന്തുകൊണ്ടാണ് സലാം വീട്ടി ഉടനെ തന്നെ നീ ഓടുന്നത്? നിനക്ക് ദിക്റും ദുആയുമില്ല എന്ന് ചോദിക്കുമ്പോ ഫഫാലതു ഐനാ, അയാളെ രണ്ട് കണ്ണുകളും നിറഞ്ഞ് കരഞ്ഞു പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നബിയെ എനിക്കും എന്റെ ഭാര്യക്കും ഒരു വസ്ത്രമാണുള്ളത്. ഞാൻ വേഗം ഓടുന്നത് ദിക്റിനോടുള്ള വെറുപ്പ് കൊണ്ടല്ല, ദുആയോടുള്ള വെറുപ്പ് കൊണ്ടല്ല. ഇവിടത്തെ നിസ്കാരം നിർവഹിച്ച് എന്റെ വീട്ടിൽ ചെന്നിട്ട് എന്റെ വസ്ത്രം ഞാൻ ഊരിക്കൊടുക്കണം നബിയേ. എന്നിട്ട് ആ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് എന്റെ ഭാര്യക്കും നമസ്കരിക്കാനുള്ളത്. ഭാര്യക്ക് വേറെ നമസ്കാര കുപ്പായമില്ല, ഒരുപാട് കീറിയിട്ടുണ്ട് നബിയെ. അതുകൊണ്ട് എന്റെ ഭാര്യ ഏറ്റവും ആദ്യ സമയത്ത് നിസ്കരിക്കണമെന്ന് താല്പര്യപ്പെടുന്നവളാ. ഒരുപാട് വൈകിയിട്ടാണ് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നതെങ്കിൽ അവലകത്തിൽ ആദ്യ സമയത്ത് നിസ്കരിക്കുന്ന പുണ്യം അവൾക്ക് നഷ്ടപ്പെടുമല്ലോ. അതുകൊണ്ട് ഏത് നിസ്കാരവും അതിന്റെ ആദ്യ സമയത്ത് നിർവഹിക്കുക എന്ന പുണ്യത്തിന് വേണ്ടിയാ ഞാൻ വേഗം എന്റെ വീട്ടിലേക്ക് ഓടുന്നത് നബിയേ. ഇത് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ കണ്ണുകൾ പോലും നിറഞ്ഞു പോവുകയാണ്. ഇത്ര വലിയ ശ്രദ്ധയാണ് അവർക്ക് നമസ്കാരത്തിലുണ്ടായിരുന്നത്. എന്നാൽ പെണ്ണുങ്ങളെ, നിങ്ങളാണ് നരകത്തിന്റെ പകുതി മുക്കാൽ ഭാഗവുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ട് പോരോ ഈ നിസ്കാരത്തിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് നമുക്കിത്രയും ശ്രദ്ധയില്ല? മിഅ്റാജിന്റെ രാത്രി നബിതങ്ങൾ കണ്ട മുഴുവൻ കാഴ്ചകളും അധികവും നിങ്ങളെ കുറിച്ചായിരുന്നു. അറിയുമോ നിങ്ങൾക്ക്? ബഹുമാനപ്പെട്ട ഹബീബ് നബിതങ്ങൾ സ്വർഗത്തിൽ കടക്കുമെന്ന് ഉറപ്പ് കൊടുത്ത 4 പെണ്ണുങ്ങളുണ്ട് സഹോദരിമാരെ. അതിൽ നിങ്ങൾ പെടുമോ? സ്വർഗത്തിൽ കടക്കുമെന്ന് ഉറപ്പ് കൊടുത്ത 4 പെണ്ണുങ്ങൾ ആരെന്നറിയണോ? ഇംറത്തുൻ നഫീഫത്തുൻ ത്വായിറത്തുൻ ലില്ലാഹി വലിസൗജിഹാ, അല്ലാഹുവിനെയും ഭർത്താവിനെയും വഴിപ്പെട്ട് ജീവിക്കുന്ന, അല്ലാഹുവിനെ പേടിക്കുന്ന സച്ചരിത
നല്ലയായ സ്വാലിഹത്തായ പെണ്ണ്. പിന്നെ രണ്ടാമത്തേത് വലൂദു സ്വാബിറത്തുൻ ഖാനിഅത്തുൻ ബിൽ യസീരി മഅ സൗജിഹാ, തന്റെ ഭർത്താവിന്റെ ഇല്ലായ്മയിലും ദാരിദ്ര്യത്തിലും വല്ലായ്മയിലുമൊക്കെ ഭർത്താവിനോട് സഹകരിച്ച് ക്ഷമിച്ചു ജീവിക്കുന്ന, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന, ക്ഷമയുള്ള, ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ ഒരു പെണ്ണ്, അവളും സ്വർഗത്തിലാ. മൂന്നാമത്തേത് ഹയാ, നല്ല ലജ്ജയുള്ള ഒരു പെണ്ണ്. ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തന്റെ ഭർത്താവിനെയും ഭർത്താവിന്റെ മുഴുവൻ സാധനങ്ങളെയും സൂക്ഷിച്ച് പേടിച്ചു കൊണ്ട് നടക്കുന്ന പെണ്ണ്, അവള് സ്വർഗത്തിലാണ്. നാലാമത്തേത് വമ്രത്തുന്നൊരു പെണ്ണ്, ഭർത്താവ് മരണപ്പെട്ടു, പക്ഷേ വലാഉലാദുൻ സിഗാർ, ഒരുപാട് ചെറിയ കുട്ടികൾ അവൾക്കുണ്ട്. ആ ഭർത്താവ് മരണപ്പെടുമ്പോ ഈ കുട്ടികളൊക്കെ യതീമക്കളായല്ലോ. പക്ഷേ ഇവൾ വേറെ കല്യാണം കഴിക്കാതെ ഞാൻ വേറെ ഭർത്താവിന്റെ കൂടെ കല്യാണം കഴിച്ചു പോയാൽ എനിക്കുള്ള ഈ കുഞ്ഞുങ്ങൾ ഇവിടെ വഴി ആധാരമാകുമല്ലോ, ഈ കുട്ടികളെ നോക്കാൻ ഇനി ഒരാളും ഉണ്ടാകില്ലല്ലോ എന്ന് പേടിച്ചുകൊണ്ട് ഈ കുട്ടികളുടെ ഭാവി ആലോചിച്ച് വേറെ കല്യാണം കഴിക്കാതെ ക്ഷമിച്ചുകൊണ്ടൊക്കെ നടന്ന പെണ്ണ്. എന്നിട്ട് റബ്ബത്തുഹും ഹസനത്തിലേക്കും വേറെ കല്യാണമൊന്നും കഴിക്കാതെ ഈ കുട്ടികളെ നല്ല നിലക്ക് പോറ്റി വളർത്തിയ പെണ്ണ്. വലം തതസവ്വജ ഖശിയതൻ യുമിആ, ഇവരുടെ ഭാവി വിനാശത്തിലാകുമോ എന്ന് പേടിച്ചുകൊണ്ട്, ഇവർ ശ്രദ്ധിക്കാൻ ഒരാളില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് കല്യാണമൊന്നും കഴിക്കാതെ കഴിഞ്ഞുകൂടിയ പെണ്ണ്, അവള് സ്വർഗത്തിലാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയത്തെ എത്ര പെണ്ണുങ്ങളുണ്ട്. അവർക്ക് നല്ല സുന്ദരമായ, നല്ല മോഹനമായ വാഗ്ദാനങ്ങളാ പ്രവാചകർ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ള സഹോദരിമാര് മനസ്സിലാക്കണം, ഇന്ന് അങ്ങപ്പുറത്ത് ഒരു മുതലാളി വലിയ വീട് വെക്കുമ്പോ തന്റെ പാവപ്പെട്ട കഷ്ടപ്പാടിനെ ബലിക്കുന്ന ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുന്ന പെണ്ണുങ്ങളില്ലയോ? അതുപോലെ തന്നെ അപ്പുറത്തുള്ളവൻ വലിയ ആഡംബരത്തോടെ ജീവിക്കുമ്പോ പാവപ്പെട്ടവന്റെ ഭാര്യ അവന്റെ മനസ്സ് വേദനിപ്പിക്കരുത്. ഒരു സംഭവം ഞാൻ ഉദ്ധരിക്കാം. ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കിടാങ്ങള് ഹസൻ ഹുസൈൻ എന്ന കുഞ്ഞുങ്ങൾക്ക് രോഗമാകുന്നു. രണ്ടു കുട്ടികളും സുഖമില്ലാതെ പനിച്ച് വിറവിറച്ചുകൊണ്ട് കിടക്കുകയാണ്. നബിതങ്ങളും സിദ്ദീഖെന്നവരും ഉമർ എന്നവരും നബിതങ്ങളുടെ പേരക്കിടാങ്ങളെ സുഖമില്ലാതെ കുട്ടികളെ സന്ദർശിക്കാൻ പോവുകയാ. ഫാത്തിമാന്റെ വീട്ടിൽ രണ്ട് കുട്ടികളും പുതപ്പിട്ട് മൂടി പനിച്ചുകൊണ്ട് വിറവിറക്കുമ്പോ നബിതങ്ങളും ഉമർ എന്നവരും സിദ്ദീഖ് എന്നവരും ഈ കുട്ടികളെ രോഗം കാണാൻ വരുമ്പോ ഉമർ തങ്ങൾ പറയുന്നു, അനിയേ അല്ലാ നദർതാനിബ്നൈക നിങ്ങളെ പനിച്ച് സുഖമില്ലാതെ കിടക്കുന്ന കുട്ടികളെ രോഗം സുഖപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നോമ്പ് നേർച്ചയാക്കി കൂടെ? എന്നാൽ ആ കുട്ടികളെ രോഗം സുഖപ്പെടുമെന്ന് പറയുമ്പോ അതേ വേഗം തന്നെ അലിയാര് പറയുന്നു, എന്റെ കുട്ടികളുടെ രോഗം സുഖപ്പെട്ടാൽ 3 ദിവസം ഞാൻ നോമ്പ് നേർച്ചയാക്കുന്നു. ഇത് കേട്ടുടനെ തന്നെ കുട്ടികളുടെ ഉമ്മ ഫാത്തിമ ബീവി പറയുന്നു, അത് എന്റെയും കുട്ടികളല്ലയോ, ഞാനും നേർച്ചയാക്കി. അല്ലാഹ് 3 ദിവസം ഞാനും നോമ്പെടുക്കാൻ നേർച്ചയാക്കി. ഉമ്മയും ഉപ്പയും നേർച്ചയാക്കുമ്പോ ഇത് കേട്ട് കിടക്കുന്ന പ്രിയപ്പെട്ട 2 പിഞ്ചോമന പൈതങ്ങളില്ലയോ, അവരും പറഞ്ഞു, ഉപ്പയും ഉമ്മയും ഞങ്ങൾക്ക് വേണ്ടിയാണ് നേർച്ചയാക്കിയത്, എങ്കിൽ ഞങ്ങളുടെ അസുഖം സുഖപ്പെടാൻ 3 ദിവസത്തെ നോമ്പ് ഞങ്ങളും നേർച്ചയാക്കി. അല്ലാഹ് ഇത് കേൾക്കുമ്പോ അവരുടെ വെള്ളാട്ടിയായ അനിയാരുടെ വീട്ടിലെ എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന ഫില്ല എന്ന പരിചാരിക ആ പെൺകുട്ടിയും പറയുന്നു, എങ്കിൽ ഞാനും എങ്കിൽ ഞാനും 3 ദിവസത്തെ നോമ്പ് നേർച്ചയാക്കുകയാണ്. അതങ്ങനെ അല്ലാഹു തആല ഈ കുട്ടികളുടെ പനി അങ്ങ് സുഖപ്പെടുത്തുകയാണ്. 2 കുട്ടികൾക്കും സുഖമാകുകയാണ്. അങ്ങനെ എല്ലാവരും 5 പേരും നോമ്പെടുക്കുകയാണ്. അങ്ങനെ
ഇതിന് നന്ദിയായി 5 ആളും നോമ്പെടുക്കുകയാണ്. പക്ഷേ അന്ന് രാത്രി വൈകുന്നേരം നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം വേണ്ടയോ? നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം ആലിയാരെ വീട്ടിലൊന്നും തന്നെയില്ല. വളരെ വലിയ പരമദാരിദ്ര്യമാ. അലിയാര് വേഗം തന്നെ അപ്പുറത്തുള്ള അയൽവാസിയായ പന്തല ഷംഊൻ എന്ന പേരുള്ള ജൂതനായ അയൽവാസിയുടെ അരികിൽ ചെന്നുകൊണ്ട് പറയുന്നു, സഹോദര, പരുത്തിയുടെ ഒരു കൊട്ട എനിക്ക് നീ നൽകുമോ? ഒരു പരുത്തിയുടെ കൊട്ട എനിക്ക് കൊണ്ടാ ഞാനതിന്റെ വീട്ടിൽ പോയി മുഹമ്മദ്, എന്റെ ഭാര്യ മുഹമ്മദിന്റെ മകൾ ഫാത്തിമ കൊട്ടയിൽ ആ നൂല് ആ പരുത്തി നിനക്ക് നെയ്ത് എല്ലാം വളരെ വൃത്തിയായി നൂറ്റ് നെയ്ത് നിനക്ക് തിരിച്ചേൽപ്പിക്കാ. അതിന് പകരം നീ ഒരു ഗോതമ്പ് നൽകുമോ? ആ ഒരു ഗോതമ്പിന് പകരം നൽകാൻ പണമില്ല. പിന്നെയോ നീ നൽകുന്ന ഒരു കൊട്ട നിറയെ പരുത്തി എന്റെ ഭാര്യ നിനക്ക് നെയ്തുണ്ടാക്കി നൂറ്റ് കൊണ്ടുവരാ. അങ്ങനെ ഒരു പൊടി കൊടുക്കുന്നു. അങ്ങനെ പ്രിയമുള്ള സഹോദരിമാരെ കേൾക്കണേ, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു അത് തന്റെ തലയിൽ വെച്ചുകൊണ്ട് തന്റെ വീട്ടിലേക്ക് ചുമന്നു കൊണ്ടുവരുമ്പോ ഫാത്തിമ ബീവി നിറഞ്ഞ മനസ്സോടെ അതങ്ങ് സ്വീകരിക്കുകയാണ്. എന്നിട്ട് അത് വീട്ടിൽ വെച്ച് ആ ഒരു കൊട്ടയിലെ പരുത്തി കൊണ്ട് അതാ പൂർണ്ണമായി എല്ലാവിധ മനസ്സോടുകൂടെയും നൂറ്റ് കൊടുക്കുന്നു. അതിന്റെ പകരാണ് ഒരു ഗോതമ്പ് പൊടി കിട്ടിയത്. എന്നിട്ടത് കൊണ്ട് അവർ എന്ത് ചെയ്തു? നോമ്പ് തുറക്കാൻ വേണ്ടി 5 പത്തിരി ഉണ്ടാക്കുകയാണ്. 5 പത്തിരി ഉണ്ടാക്കുന്നു, 5 കട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നു. 1 അലിക്കും, 1 ഫാത്തിമ ബീവിക്കും, 1 ഹസനും ഹുസൈനും, പിന്നെ ഫില്ലക്കും. അങ്ങനെ നോമ്പ് തുറക്കാൻ സമയമായി. മഗ്‌രിബിന്റെ വിളിയാളം വരുമ്പോ ഈ അലിയാരും മക്കളും പള്ളിയിൽ പോയി നമസ്കരിച്ച് നോമ്പ് തുറക്കാൻ വീട്ടിലേക്ക് വന്നു. അങ്ങനെ നോമ്പ് തുറക്കാൻ സുബ്ഹാനല്ലാഹ് വബുലിയൽ ഖിവാൻ അവരെല്ലാം സുപ്രകരിക ഇരുന്ന് വഹീനമാ കസറാനിയും ഓരോരുത്തരും അവരുടെ കട്ടിപ്പത്തിരി കടിക്കാൻ പോവുകയാണ്. അലിയാർ അദ്ദേഹത്തിന്റെ പത്തിരി കടിക്കാൻ തുടങ്ങുമ്പോഴേക്ക് ഇരമ്പി മിസ്കീൻ വാതിലൊരു മിസ്കീൻ മുട്ടുകയാണ്. എന്നിട്ട് പറഞ്ഞു, അന മിസ്കീനും മിൻ മസാകീനിൽ മുഅ്മിനീൻ അത്ഇമൂനി മിമ്മാ തഅകുലൂൻ. ഞാൻ പാവപ്പെട്ടൊരു മിസ്കീനാണ്. നിങ്ങൾ അല്ലാഹുവിന്റെ നബി തങ്ങളുടെ കുടുംബം നിങ്ങൾ തിന്നുന്നതിൽ നിന്ന് വല്ലതും എനിക്കും നൽകണമെന്ന് പറയുമ്പോ ഉദാര മനസ്കനായ അലിയാര് വേഗമാ പത്തിരിയാ മിസ്കീന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. ഇത് കാണുമ്പോ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയും കൊടുത്തു. ഇത് കാണുമ്പോ 2 കുട്ടികളും കൊടുത്തു. ആ പരിചാരികയാ ഫില്ലയും കൊടുത്തു. 5 ആളും ആ പാവപ്പെട്ട മിസ്കീന് കൊടുത്തു. അയാൾ വയർ നിറച്ചു. ഒരു ദുആയും ദുആ ചെയ്തു, അത്അമകുമുല്ലാഹു മിൻ മവാഇദിൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗീയ സുപ്രകൾ പടച്ചവൻ നൽകട്ടെ എന്ന് ദുആ ചെയ്തങ്ങ് പോയി. 2ാമത്തെ ദിവസം 2ാമത്തെ നോമ്പ് നോൽക്കുകയാണ്. നേർച്ചയാക്കിയ 2ാമത്തെ നോമ്പ്. അന്നും നോമ്പ് തുറക്കാൻ ഭക്ഷണങ്ങളില്ല. അലിയാർ ആ ജൂതന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിൽ നിന്നൊരു കൊട്ട പറിച്ചു വാങ്ങിക്കൊണ്ടുവരികയാ. എന്നിട്ട് അലിയാർ അതാത് കൊണ്ടുവന്ന് ഫാത്തിമ ബീവിക്ക് നെയ്യാൻ കൊടുക്കുന്നു. ഫാത്തിമ ബീവി നെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ അന്ന് കിട്ടിയ ഒരു 5 പത്തിരി ഉണ്ടാക്കി 2ാമത്തെ ദിവസം നോമ്പ് തുറക്കാൻ. അങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടി പള്ളിയിൽ പോയി നിസ്കരിച്ചു. എല്ലാവരും വീട്ടിൽ അങ്ങ് ഒരുമിച്ചിരിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് 2ാമത്തെ ദിവസം അവർ ആ പത്തിരി തിന്നാൻ പോകുമ്പോഴാ വാതിലിന് മുട്ടുന്നത്. അന യതീമും മിൻ യതാമൽ മുസ്ലിമീൻ, ഞാനൊരു യതീമാണ്, എനിക്ക് വല്ലതും നൽകുമോ? അലിയാരൊന്നും ചിന്തിച്ചില്ല. ഇന്നലെ പട്ടിണിയാണല്ലോ, ഇന്നും പട്ടിണി അത് ചിന്തിച്ചില്ല. അലിയാർക്ക് കൊടുത്തു. കൊടുക്കുമ്പോ ഫാത്തിമ ബീവിയും കൊടുത്തു, ഹസനും ഹുസൈനും എന്നവരും കൊടുത്തു, ഫിള്ളയും കൊടുത്തു. അങ്ങനെ സുബ്ഹാനല്ലാഹ് അവർ മുഴുവനും പട്ടിണിയാകുന്നു.
ലം യുദ്വിഖൂ ഇല്ലൽ മാഅൽ ഖുറാ, സംശുദ്ധമായ വെള്ളമല്ലാതെ ഒന്നും അവർ കഴിച്ചില്ല. അങ്ങനെ മൂന്നാമത്തെ ദിവസം നേർച്ചയാക്കിയ മൂന്നാമത്തെ നോമ്പുമുണ്ടല്ലോ, അതും അവർ നോമ്പ് നടക്കുന്നു. അങ്ങനെ ഫസ്ബഹൂ സിയാമാ, ഇന്നലെയും ഇനിയാണ് നോമ്പ് തുറക്കാനൊന്നും കിട്ടിയില്ല, ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് കരുതി അതാലിയാര് ജൂതന്റെ കടയിൽ ചെന്ന്, ജൂതന്റെ വീട്ടിൽ ചെന്ന് ഒരു കൊട്ട പരുത്തി വാങ്ങിക്കൊണ്ടുവരുന്നു. ഫാത്തിമ ബീവിന് ഇത് കൊടുക്കണം, അതാണ് അതിന്റെ കൂലി. അങ്ങനെ അന്ന് കിട്ടിയ ഒരു സ്വാവ് കൊണ്ട് 5 പത്തിരിയുണ്ടാക്കി 5 സുഭിക്ഷമായി ഭക്ഷിക്കാതിരിക്കുമ്പോ ആ മൂന്നാമത്തെ ദിവസവും ഒരു വിളി വരികയാണ്, അന അസീറും മിൻ അസാൽ മുസ്ലിമീൻ, എന്ന മുസ്ലിമീങ്ങൾ ബന്ധനസ്ഥനാക്കിയിരുന്നു, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ട ബന്ധനസ്ഥനാ. കാഫിരീങ്ങൾ എന്നെ ബന്ധനസ്ഥനാക്കി വെള്ളം തന്നില്ല, ഭക്ഷണം തന്നില്ല, നിങ്ങൾ എന്തെങ്കിലും തരണമെന്ന് പറയുമ്പോ അലിയാരാ പത്തിരിയങ്ങ് കൊടുത്തു, ഫാത്തിമ ബീവിയും കൊടുത്തു, ഹസനും ഹുസൈനും ഹില്ലയും കൊടുത്തു. 3-5 കൊടുത്തു, ഒന്നും ഇല്ല. 3-ാമത് ദിവസവും പട്ടിണി തന്നെയാണ്. 4-ാമത് ദിവസം പിന്നെ അവർക്ക് നോമ്പില്ല. വസ്ബഹൂ മുഫ്തിരീൻ, 4-ാമത് ദിവസം നോമ്പൊന്നുമില്ലല്ലോ, രാവിലെ ചായ വേണമല്ലോ, ഉച്ചക്ക് ഭക്ഷണം വേണമല്ലോ. ഇന്നലെ മിനിയാന്നും അതിന്റെ മുമ്പ് നോമ്പായിരുന്നു. 4-ാം ദിവസം അവരെ വീട്ടിൽ അടുക്കളയിൽ വെക്കാനൊന്നും തന്നെയില്ല. അലിയാര് ഫാത്തിമ ബീവിയോട് പറഞ്ഞു, ഇന്ന് ഞാനൊന്ന് പോയി നോക്കട്ടെ, വല്ലതും കിട്ടുമോ ഭക്ഷണത്തിന് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങുമ്പോ ഫാത്തിമ ബീവി അലിയാരെ വിളിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ ഒറ്റക്കങ്ങ് പോയാൽ പോരാ, കുറച്ച് സമയം കഴിയുമ്പോ ഭക്ഷണ സമയമാണ്. വേദനിച്ച് ഭക്ഷണത്തിന് വേണ്ടി വിശന്നുകൊണ്ട് കുട്ടികൾ കരയുമ്പോ അവർക്ക് കൊടുക്കാൻ എന്റെ കയ്യിലൊന്നും തന്നെയില്ല. നിങ്ങൾ ഈ കുട്ടികളെ നിങ്ങൾ കൂടെ കൊണ്ടുപോകണോ? എന്നിട്ട് മരങ്ങളുടെയും പൂന്തോപ്പുകളുടെയും പച്ചപ്പ് കാണിച്ചു കൊടുത്തുകൊണ്ട് ഈ കുട്ടികളെ സമാധാനിപ്പിക്കണമെന്ന് പറയുമ്പോ ഈ കാണുന്ന ലോകമാകെ പടക്കപ്പെടാൻ കാരണക്കാരനായ അള്ളാഹുവിന്റെ പുണ്യപ്രവാചകന്റെ പേരക്കിടാങ്ങൾ വിശന്നുകൊണ്ട് പൊട്ടിക്കരയുമ്പോൾ അവർക്ക് മരത്തിന്റെയും പൂന്തോപ്പുകളുടെയും പച്ചപ്പ് കാണിച്ച് സമാധാനിപ്പിക്കണേ എന്ന് ഭർത്താവിനോട് ഫാത്തിമ ബീവി പറയുന്നു. അങ്ങനെ ഫാത്തിമ ബീവി ഭക്ഷണമൊന്നുമില്ലാതെ നിസ്കരിക്കാൻ അങ്ങ് പ്രവേശിക്കുകയാണ്. 2 കുട്ടികളെ കൈപിടിച്ചുകൊണ്ട് അല്ലയാര് മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയാണ് ഭക്ഷണം തേടിയിട്ട്. സുബ്ഹാനല്ലാഹ്, ഇവരാകെ വശന്ന് വഹുമാ പട്ടിണി കാരണം അങ്ങനെ ബറബറക്കുകയാണ്. ആ സമയത്ത് അതിലൂടെ കടന്നു വരുന്നു ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ. നബിതങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോ വിശന്ന് വലഞ്ഞ വയറൊട്ടിയ ക്ഷീണിച്ച പേരക്കിടാങ്ങളെ കാണുമ്പോ നബിതങ്ങൾ കരഞ്ഞുകൊണ്ട് അലിയാരോട് ചോദിക്കുകയാണ്, അലിയെ എന്താണ് ഈ കുട്ടികൾക്ക് പറ്റിയത്? അലിയാർ സംഭവം മുഴുവനങ്ങ് പറഞ്ഞു കൊടുത്തു. ഇത് മുഴുവനും പറയുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകർ പറയുന്നു, അശദ്ദുമായ സൂനി മാ ഉദ്രികുകും ഫീ ഹാദിൽ ഹാൽ, വല്ലാത്ത വിഷമാവസ്ഥയിലാണല്ലോ ഞാൻ നിങ്ങളെ കാണുന്നത്. അതൊക്കെ പോവട്ടെ, ഈ കുട്ടികൾക്ക് ഇത്ര പട്ടിണിയാണെങ്കിൽ എന്റെ മകളുടെ അവസ്ഥ എന്താകും? ഇൻതലികുബിനാ ഇലാ ബൈതി ഫാത്തിമ, എന്റെ മകളെ കഥ എന്താണെന്ന് പോയി നോക്കണമെന്ന് പറയുമ്പോ അലിയാരുടെ മനസ്സാകെ വേദനിക്കുകയാണ്. പൊന്നാര പ്രവാചകന്റെ മകളുടെ അവസ്ഥ കണ്ട് നബിതങ്ങൾ എന്നെ പഴിചാരുമോ? അതാ റസൂലുള്ളാഹി ഫാത്തിമാന്റെ വീട്ടിലേക്കൊന്ന് പോകുമ്പോ കുട്ടികൾക്ക് പറയും, ഇത്ര വലിയ പട്ടിണിയാണെങ്കിൽ ഉമ്മയായ ഫാത്തിമ വഖദ് ലസുഖബതുഹാ മിൻ ശിദ്ദത്തിൽ ജൂ, ശക്തമായ വിശപ്പ് കാരണം വയറ് ഒട്ടി നിൽക്കുകയാ. വഗാറുതൈനഹാ, 2 കണ്ണും ഉള്ളിലേക്കങ്ങ് തള്ളിയിരിക്കുകയാ. എന്നാലും വഹയഫീ മിഹ്റാബിയാ തുസല്ലി, നിസ്കാരത്തിനായി തയ്യാറാക്കപ്പെട്ട റൂമിൽ നമസ്കരിക്കുകയാണ്. നീയാതിരിക്കാൻ ഒരു കയറ് കൊണ്ട് തന്റെ അറയിൽ കെട്ടിയിട്ടുമുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇത് കാണുമ്പോ അള്ളാഹുവിന്റെ റസൂൽ അവിടെ കടന്ന് കരഞ്ഞങ്ങ് അട്ടഹസിക്കുകയാണ്. ആളും
മുഹമ്മദിൻ യമൂതൂന ജുആ. ഈ മുഹമ്മദിന്റെ കുടുംബം പട്ടിണി കടന്ന് നശിക്കുമോ? അല്ലാ, അലിയാർക്കും പട്ടിണി, 2 കുട്ടികൾക്കും വിഷമമാണ്, ഫാത്തിമാക്കും പട്ടിണി. ഇവര് 3 ദിവസം നോമ്പ് തുറന്നതിന്റെ അവസ്ഥ ഇതായിരുന്നുവല്ലോ. ഇവര് പട്ടിണി കടന്ന് മരിക്കുമോ റബ്ബേ? ആ സമയത്താണ് ആകാശത്തിൽ നിന്ന് ഇറങ്ങുന്നത് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ഒരു സൂറത്തിറക്കുകയാണ്, സൂറത്തുൽ ഇൻസാൻ. ഹൽ അതാലൽ ഇൻസാനി ഹീനും മിനദ് ദഹർ. അതിൽ അല്ലാഹു ഈ കഥയാണ് പറയുന്നത്. യൂഫൂന ബിന്നദർ, ഈ കുടുംബം നേർച്ച പൂർത്തിയാക്കുന്നു. വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ വയുത്ഇമൂന അത്അമ ലാ മിസ്കീനൻ വയതീമൻ വഅസീറാ. നോമ്പ് തുറക്കുമ്പോൾ നല്ല വിശപ്പും നല്ല ദാഹവും ഇവർക്കുണ്ട്. ആ ഭക്ഷണത്തിനോടുള്ള വലിയ താല്പര്യമുണ്ട്. എന്നിട്ടും അവർ ഭക്ഷിപ്പിക്കുന്നത് മിസ്കീനൻ വയതീമൻ വഅസീറാ. ഒന്നാമത്തെ ദിവസം മിസ്കീനും പിന്നെ യതീമിനും പിന്നെ മുസ്ലിം ബന്ധനത്തിനെയുമാണ്. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ ഇന്നാ നഖാഫു മിൻ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ. ഇവർ ആഗ്രഹിച്ചത് പരലോകത്തെ ഗുണവും പരലോക രക്ഷയുമായിരുന്നു. ഇവിടെയാ ചിന്തിക്കേണ്ടത്. ഇല്ലായ്മകൾ സഹിക്കാൻ പൊറുക്കാനും ഒക്കെ സ്ത്രീകൾക്ക് തോന്നണം. ഭർത്താക്കന്മാരെ കഷ്ടപ്പെടുത്തുന്ന അധികവും ഭാര്യമാരാണ്. എപ്പോഴും മറ്റുള്ളവരെ കണ്ട് അതുപോലെ എന്റെയും വീടാകണം, എന്റെ ഭർത്താവിനും അതുപോലെ ഒരു വണ്ടി വേണം, എന്റെ വീടും ഇതുപോലെ സ്വർഗമാകണം, എന്റെ ഭർത്താവും ഇതുപോലെ ഇസയുള്ള കാറിൽ നടക്കണം എന്ന വ്യാമോഹങ്ങളാണ് മൻഷ ആയിഷ ബന്യസ്തീലു ബിഹി ഫീ ദീനിഹി ثم في دنياه إقبالا. പെണ്ണെ, നിന്നേക്കാൾ നിസ്കാരവും നോമ്പും സക്കാത്തും നിക്കറും സലാത്തും ഉണ്ടായിരുന്ന മുൻഗാമികളിലേക്ക് നോക്കി അവരെ പോലെയാകണമെന്ന് ആഗ്രഹിക്കുക. സാമ്പത്തിക ശേഷിയിലും ആഡംബര വിഷയങ്ങളിലും നിന്റെ മുകളിലുള്ളവരിലേക്ക് ഒരിക്കലും നീ നോക്കല്ല. ഫൽയൻളുറന്ന ഇലാ മൻ ഫൗഖഹു വറആ വൽയൻളുറന്ന ഇലാ മൻ ദൂനഹു മാലാ. നമ്മേക്കാൾ സാമ്പത്തികമായി ഇല്ലാത്തവരെ നോക്കി നീ അഭിനന്ദിക്കുക, റബ്ബിനക്ക് ശുക്ർ ചെയ്യുക, നീ സന്തോഷം കൊള്ളുക. ഇബാദത്തിൽ നിന്റെ മുകളിലുള്ളവരിലേക്ക് നോക്കി നിന്നെ കുറിച്ച് നീ പരിതപിക്കുക, ധാരാളം അമൽ ചെയ്യാൻ നോക്കുക. സഹോദരിമാർ ചിന്തിക്കണം, ഇന്ന് ഏത് പത്രക്കോണങ്ങളിലും മുസ്ലിം സ്ത്രീകളുടെ വഴിവിട്ട വിഷയങ്ങളാണ്. ഭർത്താവിനെ വഞ്ചിക്കുന്നു, അന്യന്റെ കൂടെ ഒളിച്ചോടി പോകുന്നു. എത്രയോ മുസ്ലിം പെൺകുട്ടികൾ. സുബ്ഹാനല്ലാഹ്, നബിതങ്ങൾ നരകത്തിന്റെ 4 പെണ്ണുങ്ങളെ കുറിച്ച് പഠിപ്പിച്ചല്ലോ. അവര് നേരെ നരകത്തിലേക്ക് കടന്നു പോവുകയാണ്. നരകത്തിൽ ഉറപ്പാണ്. 4 പെണ്ണുങ്ങൾ നരകത്തിൽ ഉറപ്പാ. നബിതങ്ങൾ പറഞ്ഞു, ഒന്ന് തംറത്തുൻ ബദിയത്തുൽ ലിസാനി അലാ സൗജിഹാ, തന്റെ ഭർത്താവിന്റെ മേൽ നാവ് വളരെ മോശമായ പെണ്ണ, ഭർത്താവിനെ ശകാരിക്കുകയും കുറ്റം പറയുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്നവളാണ്. രണ്ടാമത്തേത് വംറത്തുൻ തുകല്ലിഫു സൗജഹാ മാലായത്തേക്ക്, ഭർത്താവ് സാമ്പത്തികമായി വളരെ വളരെ പിന്നോക്കാവസ്ഥയിലാണ്. എന്നിട്ട് സാമ്പത്തികമായി കൈവില്ലാത്ത ഭർത്താവിനെ കീർത്തിച്ച് നിർബന്ധിപ്പിച്ച് ഒരുപാട് പണം ചെലവാക്കുക. 1000-ന്റെയും 2000-ന്റെയും ഡ്രസ് എടുക്കാൻ വേണ്ടി വാശി പിടിക്കുക. കണ്ടോ, ഭർത്താവിനെ കഴിയാത്തത് കീർത്തിക്കുന്ന പെണ്ണ്, അവളാണ് നരകത്തിൽ കിടക്കുന്ന രണ്ടാമത്തെ പെണ്ണ്. മൂന്നാമത്തേത് വംറത്തുല്ല വീട്ടിൽ നിന്ന് പുറത്തും ഇറങ്ങുമ്പോ ശരീരാവയവങ്ങൾ മറക്കാത്ത പെണ്ണാണ്. വീട്ടിൽ നിന്നിറങ്ങുമ്പോ എല്ലാ ആഡംബര വസ്തുക്കളും ആഡംബര ഡ്രസ്സുകളും ധരിച്ചുകൊണ്ട് ഇതാറാദത്തിൽ വീട്ടിൽ നിന്നിറങ്ങുമ്പോ ഏറ്റവും മുന്തിയ വസ്ത്രം മാത്രം ധരിക്കുന്നു. എന്നിട്ടോ അവൾ ഭംഗിയുള്ളത് മാത്രം ധരിച്ചുകൊണ്ടേ പുറത്തിറങ്ങൂ. നാലാമത്തേത് വംറത്തുൻ, വേറെ ഒരു പെണ്ണ്, ആ പെണ്ണിന് തിന്നുക, കുടിക്കുക, കിടന്നു
കടന്നുറങ്ങുക. ഇതല്ലാതെ വേറെ ഒരു കാര്യത്തിലും താല്പര്യമില്ല. അങ്ങനത്തെ പെണ്ണും നരകത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. കുറെ തിന്നണം, കുറെ കുടിക്കണം, പിന്നെ കുറെ കടന്നുറങ്ങണം, സീരിയലും സിനിമയും കണ്ട് ആസ്വദിക്കണം. ഇവരല്ലയോ ഇന്ന് നമ്മുടെ മുസ്ലിം വീടുകളിലുള്ള അധിക പെണ്ണുങ്ങളുടെയും അവസ്ഥ ഇതാണ്. ഗൾഫുകാരുടെ ഭാര്യമാരുടെ 99% ഇതാണ്. നിസ്കാരം അവർക്കൊരു വിഷയമില്ല. പ്രിയമുള്ള സഹോദരിമാർ ചിന്തിച്ചു നോക്കുക. ഇത് നാളെ ബറാത്താണ്, 2 ദിവസം കഴിഞ്ഞാൽ എന്താണ് ബറാത്തിന് നിങ്ങൾക്ക് വല്ല അറിവുമുണ്ടോ? അത് മനസ്സിലാക്കൂല, പഠിക്കൂല, വായിക്കൂല. ഏതൊക്കെ സിനിമാ നടന്മാർ എവിടെന്നൊക്കെ കല്യാണം കഴിക്കുന്നു, എന്തൊക്കെയായി ഏറ്റവും നിങ്ങൾക്കറിയാമല്ലോ. അതല്ലേ നബി തങ്ങൾ പറഞ്ഞത്, തിന്നുക, കുടിക്കുക, ഉറങ്ങുക, ഇതല്ലാതെ വേറെ ഒരു ചുറ്റുപാടുമില്ല. അങ്ങനത്തെ പെണ്ണുങ്ങൾ നരകത്തിലാണ് എന്ന്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്കറിയോ പ്രിയമുള്ള സഹോദരിമാരെ, ഹബീബായ അഷ്റഫുൽ ഖൽഖി മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ അവിടുത്തെ ഭാര്യയായിരുന്ന സഫിയ ബീവി പള്ളിയിലേക്ക് പോവുകയാണ്. നബി തങ്ങൾ ഓരോ ഭാര്യമാർക്കും ഓരോരോ ദിവസം ഊഴം വെച്ച് കൊടുത്തിരുന്നു. എന്നാൽ സഫിയ ബീവിയുടെ ഊഴം അല്ലാത്ത ഒരു ദിവസം എന്തോ ഒരു കാര്യം ചോദിക്കാൻ നബി തങ്ങളിലേക്ക് സഫിയ ബീവി പോവുകയാണ്. അങ്ങനെ മഗ്‌രിബിന്റെ സമയമായി. ഇനി സഫിയാനെ എങ്ങനെ വീട്ടിലേക്ക് തനിച്ച് പറഞ്ഞേക്കോ എന്ന് പേടിച്ചുകൊണ്ട് നബി തങ്ങളും മഗ്‌രിബോടെടുത്ത സമയത്ത് ഭാര്യയെ കൊണ്ടാക്കുകയാ. സഫിയ ബീവിയെ വീട്ടിലേക്ക് നബി തങ്ങളാക്കി കൊടുക്കാൻ പോകുമ്പോ അതാ 2 അൻസാരികൾ പള്ളിയിലേക്ക് ധൃതി പിടിച്ച് കടന്നു വരികയാ. നിസ്കാരം കളാവുമോ എന്ന് പേടിച്ച് നിസ്കരിക്കാൻ വരുമ്പോഴാണ് രാത്രിയിലുള്ളാവുന്നു, മോന്തി സമയമാ. നബിതങ്ങൾ ഭാര്യയുമായി പോകുമ്പോ നബിതങ്ങൾ അതാ ദൂരെ വിളിച്ചു പറയുകയാണ്, ഓ സുഹാബാ, ഹാദി സഫിയ്യത്തു സൗജതി, എന്റെ കൂടെയുള്ളത് വേറെ ഒരു പെണ്ണുമല്ല, എന്റെ ഭാര്യയാകുന്ന സുഫിയയാണ്. വേറെ ഒരു തെറ്റിദ്ധാരണ വേണ്ട കേട്ടോ. വേഗം 2 സ്വഹാബിമാര് വിഷമത്തോടെ പറയുന്നു, സുബ്ഹാനല്ലാഹ്, നബി അങ്ങനെ വിളിച്ചു പറയേണ്ടതൊന്നുമില്ലല്ലോ. അങ്ങയുടെ കൂടെ അന്യ പെണ്ണുണ്ടാകൂല, അങ്ങയ ഭാര്യ തന്നെയാ. എന്തിനാണത് ഞങ്ങളോട് വിളിച്ചു പറയുന്നത്? കണ്ടോ, നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ശൈത്വാന യജ്രി മജ്റദ്ദമി, ഒരു പുരുഷന്റെ ശരീരത്തിൽ എവിടെയൊക്കെ രക്തം സഞ്ചരിക്കുമോ അവിടെയൊക്കെയും പിശാച് സഞ്ചരിക്കും. എന്തെങ്കിലുമൊക്കെ ദുർബന്ധങ്ങളും തെറ്റിദ്ധാരണയും നിങ്ങൾക്കുണ്ടാകും. അത് നീങ്ങാനാ ഞാൻ വിളിച്ചു പറഞ്ഞത്, ഇത് എന്റെ ഭാര്യയാണെന്ന്. കണ്ടോ, നിങ്ങൾ ഇത്രയും ശ്രദ്ധിച്ചിരുന്നു. ഹബീബായ നബി തങ്ങൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായ ആയിഷ ബീവിയുടെ അനിയത്തിയാണ് അസ്മാ റളിയല്ലാഹു അൻഹാ. അല്ലാഹുവിന്റെ നബി തങ്ങൾ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ അസ്മാ ബീവി പറയുകയാ, ഒരുപാട് കിലോമീറ്ററുകളോളം ഞാൻ സഞ്ചരിച്ച് ഒട്ടകത്തിന് ഭക്ഷണമായി തിരിച്ചു വരുമ്പോ മരുഭൂമിയിലൂടെ നടന്ന് ക്ഷീണിച്ച് വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒട്ടകപ്പുറത്ത് കയറി എന്റെ അരികിൽ വന്ന് വണ്ടി നിർത്തി എന്നോട് ബാക്കിൽ കട്ടിൽ കയറാൻ ആവശ്യപ്പെട്ടപ്പോ എന്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് അള്ളാഹുവിന്റെ ഹബീബ് തങ്ങളാ കയറാൻ പറയുന്നത്. എന്നാലും ശരി, ലോകത്തിന്റെ ഹബീബായ മുത്തുനബി പറഞ്ഞാലും ശരി, എനിക്ക് കാണാൻ പറ്റാത്ത ആളാകുമോ, അത് എന്റെ ഭർത്താവിന്റെ വിഷമമാകുമോ എന്ന് ചിന്തിച്ച് ഞാൻ കയറിയില്ല. നബിതങ്ങൾക്ക് എന്നെ സ്ത്രീകളെ കാണാമല്ലോ, റസൂലുള്ളാഹിങ്ങൾക്ക്. എന്നിട്ടും കണ്ടോ, നബിതങ്ങളുടെ ഭാര്യയുടെ അനിയത്തിയെ നബിതങ്ങൾ വണ്ടിയുടെ ബാക്കിൽ നിന്ന് കയറിക്കോന്ന് പറഞ്ഞപ്പോ കയറിയില്ല. എന്റെ ഭർത്താവിന് സമ്മതമുണ്ടാകുമോ എന്ന് ചിന്തിച്ചു. കണ്ടോ, ഒരു തെറ്റ് പോലും ഒരിക്കലും തന്നെ സംശയിക്കുകയില്ലല്ലോ എന്ന പൊന്നാര നബിതങ്ങളോട്. അങ്ങനത്തെ നബിതങ്ങളാണ് എന്റെ പുറത്ത്, വാഹനത്തിന്റെ അപ്പുറത്ത് ആ ഒട്ടകക്കട്ടിൽ കയറിയില്ല. എന്നാൽ ഇന്ന് സഹോദരിമാരിന്ന് എങ്ങനെയാ നടക്കുന്നത്? സുബ്ഹാനല്ലാഹ്, ഹബീബായ നബിതങ്ങളുടെ ഭാര്യ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി പറയുകയാണ്, എന്റെ റസൂൽ വഫാത്താകുമ്പോ നബിതങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ
ഞാൻ പോകുമ്പോഴൊന്നും തലയിൽ ഒരു പക്ഷേ തട്ടമുണ്ടാവുകയില്ല. എന്റെ ശരീരം, എന്റെ മുഖമൊക്കെ അത്ര വളരെയധികം പൂർണ്ണമായി മറക്കുകയില്ല. കാരണം ഇന്നമാഹുവ സൗജി, ഖബറിലുള്ളത് എന്റെ പൊന്നാര ഭർത്താവാണല്ലോ. പിന്നെ ബഹുമാനപ്പെട്ട എന്റെ പിതാവ് അബൂബക്കർ എന്നവർ വഫാത്തായി മറവ് ചെയ്യപ്പെട്ടു. അപ്പോഴും ഞാൻ മുഴുവനായി തലയൊന്നും മറക്കാറില്ല. കാരണം ഇന്നമാഹുവ സൗജി വാബി, അവിടെ ഖബറിലുള്ളത് ഒന്ന് എന്റെ ബാപ്പ, മറ്റേത് ഭർത്താവ്. പക്ഷേ അവരെ ഓരോ തുമറുബിൻ ഖത്താബ് മറവ് ചെയ്യപ്പെട്ടപ്പോ പിന്നെ ഞാൻ അങ്ങോട്ട് സിയാറത്തിന് പോകുമ്പോൾ സൗദാ ബീവി റളിയല്ലാഹു അൻഹാ നിർബന്ധമായ ഹജ്ജ് നിർവഹിച്ച ശേഷം വീട്ടിൽ നിന്ന് പിന്നെ പുറത്തിറങ്ങുന്നില്ല. ഒരു ഹജ്ജ് മാത്രം നിർവഹിച്ചു. പിന്നെ മഹദിയോട് മറ്റുള്ളവർ ചോദിക്കുന്നു, ലിമലാ തഹജ്ജീന വലാ തഅ്തമിരീൻ, അല്ല ഉമ്മ നിങ്ങളെന്തിന് പിന്നെ ഹജ്ജും ഉംറക്കൊന്നും പുറത്തിറങ്ങുന്നില്ല? സൗദാ ബീവിയുടെ വീട് വിശുദ്ധമായ ഹറാം മസ്ജിദുൽ ഹറാമിനോട് തൊട്ടടുത്താണെങ്കിൽ പോലും അല്ലാഹു എന്നോട് പറഞ്ഞത് വകർന ഫീ ബുയൂതികുന്ന വലാ തബറജുന തബറജുൽ ജാഹിലിയ്യത്തിൽ ഊലാ, വീട്ടിൽ അടങ്ങിയൊതുങ്ങി ഇരുന്നു കൊണ്ട് ഇബാദത്ത് നിർവഹിക്കണം എന്നാണ് അല്ലാഹു തആല എന്നോട് വിശുദ്ധമായ ഖുർആനിൽ പറയുന്നത്. അതുകൊണ്ട് എന്റെ നിർബന്ധ ഹജ്ജ് നിർവഹിച്ചിട്ടുമുണ്ടല്ലോ, ഇനി അതിലേറെ ഒരു ഹജ്ജും ഉംറയും എനിക്ക് വേണ്ട. എന്റെ വീട്ടിൽ ഞാൻ അടങ്ങിക്കൂടി ഇബാദത്ത് എടുക്കുകയാണ് എന്ന് ബഹുമാനപ്പെട്ട റസൂലിന്റെ ഭാര്യ സൗദാ ബീവി പോലും പറഞ്ഞിട്ടുണ്ട്. നിർബന്ധമായ ഹജ്ജിന് പുറമെ ഇനി കുറെ സുന്നത്തല്ലേ, അതൊന്നും ഞാൻ പുറത്തിറങ്ങുന്നില്ല എന്നത് ബഹുമാനപ്പെട്ട നബി തങ്ങളെ ഭാര്യ പോലും ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ബഹുമാനപ്പെട്ട ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാര് വീട്ടിന്റെ വരാന്തയിൽ ഇരുന്നു കൊണ്ടിരിക്കുമ്പോഴാണ് രണ്ട് കണ്ണും കാണാത്ത അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം വീട്ടിലേക്ക് കയറി വരുന്നത്. നബി തങ്ങൾ തന്റെ ഭാര്യമാരോട് പറയുന്നു, നിങ്ങൾ രണ്ടാളും ഉള്ളിലേക്ക് പോകൂ, അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം വരുന്നുണ്ട്. ഭാര്യമാര് ചോദിച്ചു, അലൈസഹുവാമ, നബിയെ അയാൾ രണ്ട് കണ്ണും കാണാത്ത അന്ധനല്ലയോ, അയാൾ കണ്ണ് പൊട്ടനല്ലയോ? നബി തങ്ങൾ പറഞ്ഞു, അപാമ്യാവാനിയന്തുമാ, അദ്ദേഹം അന്ധനാണെങ്കിലും നിങ്ങൾ അന്ധനല്ലല്ലോ, നിങ്ങൾ അദ്ദേഹത്തെ അങ്ങോട്ട് കാണുന്നില്ലയോ, അതുകൊണ്ട് നിങ്ങൾ വീട്ടിന്റെ ഉള്ളിലേക്ക് പോകണമെന്ന് ഭാര്യമാരോട് പറഞ്ഞിരുന്നുവെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരിമാരെ എത്രത്തോളമാ നമ്മുടെയൊക്കെ ബോധം. പ്രിയമുള്ളവർ ചിന്തിച്ചു നോക്കണം. ഹസനായ ജമാലി ഫഇന്നനി അഖ്ശാ അലൈകി മിനൽ ഖബീഥിൽ മുജ്രിമീ ലാ തഅരി ഹാദൽ ജമാലൽ വറാ ഇല്ലാ ലിസൗജിൻ ഔ ഖരീബിൻ മഹ്റമീ. നിന്റെ ഭർത്താവ് നിന്റെ ഉപ്പാത് പോലെ കെട്ടുബന്ധം ഹറാമായ തൊട്ടാൽ മുറിയാത്തവരോടുള്ള ബന്ധങ്ങളല്ലാതെ മറ്റു മുഴുവനും നീ ഉപേക്ഷിക്കണോ? കാരണം നോട്ടം പോലും വ്യഭിചാരമാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അയ്യുമംറാത്തിൻ ഇസ്തഅതറത് ലിഗൈരി സൗജിഹാ ഫഹിയ ദാനിയ. തന്റെ ഭർത്താവല്ലാതെ മറ്റൊരാള് പെണ്ണെ നീ അടിച്ച സ്പ്രേയുടെയും സുഗന്ധദ്രവ്യത്തിന്റെയും വാസന ആസ്വദിച്ചാൽ, നിന്റെ ഭർത്താവല്ലാതെ ഏതെങ്കിലും ഒരു അന്യ പുരുഷന്റെ മൂക്കിലേക്ക് അതിന്റെ സുഗന്ധം കടന്നു ചെന്നാൽ വഹയ്യദാനിയ, അതുപോലും വ്യഭിചരിച്ചതിന്റെ കുറ്റമാണ് പെണ്ണെ നിനക്ക് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ നിന്നെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒരിക്കൽ ഒരു സ്വഹാബി തന്റെ ഭാര്യയോട് പറയുകയാണ്, നീ ഞാൻ വീട്ടിലേക്ക് വരുന്നത് വരെ എന്റെ വീട്ടിൽ നിന്ന് ഒരിക്കലും പുറത്തിറങ്ങരുത് എന്ന കൽപ്പന കൊടുത്ത് ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തുപോയി. ഇതിന്റെ ഇടയിലാണ് ആ പെണ്ണിന്റെ ഉപ്പ മരണപ്പെടുന്നത്. വേഗം
വേഗം നബി തങ്ങളുടെ അടുക്കലേക്ക് ഈ പെണ്ണൊരു കുട്ടിയെ പറഞ്ഞേക്കുകയാ, നബിയേ എന്റെ ബാപ്പ മരിച്ചിരിക്കുന്നു, എന്റെ ഭർത്താവ് പോകരുത് എന്നും പറഞ്ഞിട്ടുണ്ട്, ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും ഇറങ്ങരുത് എന്ന് എന്റെ ഭർത്താവ് എന്നോട് ആജ്ഞാപിച്ചിട്ടുണ്ട്, ബാപ്പ മരിച്ചിട്ടുണ്ട്, പോയി കണ്ടുകൂടെ നബിയേ? വിധങ്ങൾ പറഞ്ഞു, ഭർത്താവിനെ വഴിപ്പെടണം, ചെന്ന് കാണരുത്. ഇതില്ലാ പെണ്ണ് മനസ്സ് വിഷമിക്കുകയാണ്, വല്ലാത്തൊരു മോശപ്പെട്ട ഭർത്താവാ എന്റെ ഭർത്താവ്, എന്റെ ഉപ്പാന്റെ മയ്യത്ത് കാണാൻ കഴിഞ്ഞില്ലല്ലോ, രോഗമായി കിടന്നു, അന്നും കാണാൻ കഴിഞ്ഞില്ല, ഭർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടാ പോയത്, ഇപ്പൊ മരിച്ചു, ഇപ്പയും കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ നബിതങ്ങള് ആ പെണ്ണിനോട് വിവരം കൊടുക്കുകയാണ്, പെണ്ണേ നിന്റെ മരണപ്പെട്ട ഉപ്പ നരകത്തിന്റെ അവകാശിയായിരുന്നു, പക്ഷേ നീ ഭർത്താവിനെ വഴിപ്പെട്ട പുണ്യം, ആ ബർക്കത്ത് കൊണ്ട് നിന്റെ ഉപ്പാനെ അല്ലാഹു തആല സ്വർഗത്തിന്റെ അവകാശിയാക്കിയിരിക്കുന്നു. കണ്ടോ, നിന്റെ ഭർത്താവിനെ വഴിപ്പെട്ടത് കൊണ്ടാ നിന്റെ ഉപ്പാൻ അല്ലാഹു തആല സ്വർഗത്തിലാക്കിയത്. എന്റെ സഹോദരിമാർ, ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾ, നമ്മുടെ ദീനീപരമായവരെ വളർത്തേണ്ടത് പെണ്ണുങ്ങളെ നിങ്ങളാണ്. നമ്മുടെ മക്കളാണ് നമുക്ക് ഉപകരിക്കുന്നത്. നമ്മുടെ ഭർത്താക്കന്മാർക്ക് നമ്മുടെ മക്കളെ കൊണ്ട് പരലോക നേട്ടവും. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ബഹുമാനപ്പെട്ട കരീം, ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു സംഭവമൊക്കെയുണ്ട്. സുഹൃത്തുക്കളെ, സബ്നു മറിയം പണ്ട് ജീർണിച്ചു പോയൊരു ഖബർ യാത്രയിൽ കണ്ട് ഈസാ നബി അലൈഹിസ്സലാം നടന്നു പോകുമ്പോ ജീർണിച്ചു പോയ ഒരു ഖബർ കാണുകയാണ്. ആ ഖബറിൽ മയ്യിത്ത് ശിക്ഷിക്കപ്പെടുന്നു. ഖബർ മുഴുവൻ ഇരുട്ടാ. മലക്കുകൾ ഒരുപാട് ശിക്ഷകൾ നൽകുന്ന മയ്യത്തിനെ കാണുകയാണ്. മയ്യത്ത് ഒന്നതിലുണ്ട് ശിക്ഷകളേറ്റതായി. അത് കണ്ട് നബിയും വന്ന് അവിടം താണ്ടലായി. ആ മയ്യത്ത് ഒരുപാട് ശിക്ഷിക്കപ്പെടുന്നത് കണ്ട് മനസ്സ് വിഷമിച്ചുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം ആ റൂട്ടിലൂടെ നടന്നു പോകുന്നു. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം പിന്നീട് ആ വഴി തന്നെ നബി മടങ്ങുന്നതായി. പണ്ടത്തെ ഖബറ പോൽ പ്രകാശിക്കുന്നതായി. പിന്നെ ആ വഴിയിലൂടെ തിരിച്ചു വരും ആദ്യം കണ്ട ഖബർ പ്രകാശിക്കുകയാണ്. അങ്ങോട്ട് പോകുമ്പോ ജീർണിച്ച് ഇരുട്ടി നിറഞ്ഞ ശിക്ഷിക്കപ്പെടുന്ന ഖബറായിരുന്നു. ഇപ്പൊ ആ ഖബർ റഹ്മത്തിന്റെ മലക്കുകൾ നിറഞ്ഞിരിക്കുന്നു. ആ മയ്യത്ത് പുഞ്ചിരിക്കുന്നു. സ്വർഗീയ പരിമളം അവിടെയുണ്ട്. ആ മയ്യത്താകെ സുസ്മേരപദനാണ്. ഖബറാകെ പ്രകാശമാണ്. സുബ്ഹാനല്ലാഹ്, ഇതിലുണ്ട് സിറന്താനിലാഹി എന്ന് ചോദിച്ചുകൊണ്ട് പോൽ ദുആ ചെയ്യുന്നു. ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്യുകയാണ്. അല്ലാഹ്, ഈ ഖബർ ഞാൻ അങ്ങോട്ട് പോകുമ്പോ ശിക്ഷിക്കപ്പെട്ടിരുന്ന ജീർണിച്ച ഖബറായിരുന്നല്ലോ. ഈ മയ്യത്തിന് ഒരുപാട് ശിക്ഷകൾ ഏൽക്കേണ്ടി വന്നിരുന്നല്ലോ. ഇപ്പോഴീ മയ്യത്ത് അതാ പ്രകാശിക്കുന്നുണ്ട്. ഖബറാകെ പ്രകാശമാണ്. എന്റെ പെട്ടെന്നൊരു മാറ്റം വന്നത്? അതെ, സുബ്ഹാനല്ലാഹ്, വചനം തന്നെ ജിബ്രീൽ വന്നു റബ്ബിൽ നിന്ന് വിവരങ്ങളെല്ലാം വിശദമായി പറയുന്നു. ഇവൻ ദോഷിയായവനാണ്, എന്നാൽ തന്നെയും മരിക്കുന്ന സമയത്തുണ്ട് ഇവനൊരു ഭാര്യയും പരിപൂർണ ഗർഭിണിയായിരുന്നവളെന്ന്. പിന്നീട് അവൾക്കൊരു കുട്ടി വെളിയിൽ വന്ന് ഈസാ നബിയെ ഖബറാളി തമ്മാടിയും ദുഷിച്ചവനുമായിരുന്നു. അവൻ മരണപ്പെടുമ്പോൾ അവന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. പിന്നെ ആ ഭാര്യ പ്രസവിച്ചു ഒരു കുട്ടി പുറത്തു വന്നു. പാലും കൊടുത്തു വളർത്തി മക്തബിലാക്കി. ദൈനംദിനം അതിലേക്ക് പോയി വരവാക്കി. ആ കുട്ടിയെ പോറ്റി വളർത്തി മദ്രസയിൽ പഠിക്കാൻ ചേർത്തി. ദീനിന്റെ കാര്യം പഠിക്കാൻ ചേർത്തി. സുബ്ഹാനല്ലാഹ്, ചൊല്ലിക്കൊടുത്തു സാദി ബിസ്മില്ലാഹി. അവനെ ചൊല്ലിയതും ബിഫദ്ലില്ലാഹി.
ഉസ്താദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതിക്കൊടുക്കുമ്പോ ആദ്യത്തെ ദിവസം തന്നെ കുട്ടിയെ തന്നെ ഏറ്റു ചൊല്ലുമ്പോൾ അല്ലാഹു തആല പറയുന്നു, ആ കുട്ടി ബിസ്മിയോദിയതിന്റെ പുണ്യം കൊണ്ട് ആ കുട്ടിയുടെ പിതാവിന്റെ ഖബർ ഞാൻ ആകെ മാറ്റി മറിച്ചു. ശിക്ഷിക്കപ്പെട്ടിരുന്ന ശിക്ഷകൾ മുഴുവൻ ഞാൻ ഉയർത്തി അവന്റെ ഖബർ വെളിച്ചമാക്കി. ഞാൻ ഇവനെ അടിയിൽ ഇട്ട് ശിക്ഷ കൊടുക്കലും അവനുള്ള കുഞ്ഞ് പുറത്ത് ബിസ്മിയോദലും എനിക്കിഷ്ടമില്ലതിൽ ലജ്ജയും എനിക്കുണ്ട്. റഹ്മത്തിറക്കിയതാ പൊറുത്തത് കൊണ്ട്. ആ കുഞ്ഞിന്റെ പിതാവിന്റെ ഖബർ എങ്ങനെ ഞാൻ ഇനി വേദനിപ്പിക്കും? ആ ഖബറിൽ ആ മയ്യത്തിനെ ഞാൻ ഇനി എങ്ങനെ ശിക്ഷിക്കും? അവന്റെ കുഞ്ഞാണല്ലോ ബിസ്മിയോതുന്നത്. അതുകൊണ്ട് എന്നെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. ദീനീ ബോധമുള്ള, ദീനിയായ അറിവുള്ള, ഖുർആനും ദിക്റുമൊക്കെയുള്ള മക്കളാ നിങ്ങളെ മക്കളെങ്കിൽ നിങ്ങൾക്കതുകൊണ്ട് പരലോക രക്ഷയുണ്ടാകും സഹോദരിമാരെ. എന്നാൽ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാരുടെ അവസ്ഥ എന്താണ്? മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും അതുപോലെ പെണ്ണിന്റെയും കള്ളിന്റെയും പിന്നാലെ പോകുന്നവരല്ലയോ? അതുകൊണ്ട് നല്ല സുന്ദരമായ വസ്ത്രങ്ങളും വേഷങ്ങളും അവർക്കുണ്ട്. അതൊന്നുമല്ല നോക്കേണ്ടത്, അവരുടെ ആത്മാവിന് വെളിച്ചമുണ്ടോ എന്ന് നോക്കണം നിങ്ങൾ. സുബ്ഹാനല്ലാഹ്, അതല്ലയോ നമുക്ക് രക്ഷപ്പെടുത്തേണ്ടത്? അങ്ങനത്തെ മക്കളല്ലയോ നമുക്ക് ഉപകരിക്കുന്നത്? ഖുർആൻ പറയുന്നത് എന്താണ്? വമിനന്നാസി മൻ യശ്തരി ലഹുവൽ ഹദീസ്. ഒരുപാട് ആളുകളുണ്ട് വിനോദത്തിന്റെ ഉപകരണങ്ങൾ വാങ്ങി വെക്കുന്നത്. അവരെ കുറിച്ച് അല്ലാഹു തആല പറയുന്നത് ഉലൈക ലഹും അദാബും മുഹീൻ, വേദനാജനകമായ ശിക്ഷകൾ അവർക്കുണ്ട് എന്നാണ്. ടി വി മാധ്യമങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടായേക്കാം. കള്ള് അല്ലാഹു തആല ഹറാമാക്കിയത് എന്താണെന്നറിയാമോ? ഇസ്മുഹുമാ അക്ബറു മിൻ നഫഇഹിമാ, അതിന്റെ ഉപദ്രവമാണ് കൂടുതൽ. അതുകൊണ്ടാണ് ഇന്നീ മിസ്യൂസിങ്ങിലൂടെ ടി വി മാധ്യമങ്ങളിലൂടെ നമ്മുടെ കുട്ടികൾ നശിക്കുകയല്ലയോ? രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. നാളെ പരലോകത്ത് നമുക്കൊരു ലോകം വരാനുണ്ട്. അവിടെ നമുക്ക് രക്ഷക്ക് നമ്മുടെ കുട്ടികൾ മാത്രമാണ്. സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ മുഴുവൻ സമ്പാദ്യങ്ങളും നിലച്ചു. പക്ഷേ അവന് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹായ സന്താനമുണ്ടെങ്കിൽ ആ മകന്റെ മുഴുവൻ കർമ്മങ്ങളും ആ പിതാവിനും ഉമ്മാക്കും ഖബറിലേക്ക് ലഭിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് സഹോദരിമാരെ. അതുകൊണ്ട് നമ്മുടെ മക്കളെ ദീനിയായി വളർത്തുന്നത് ലൈസൽ യതീമുൽ ലദീ ഖദ് മാത വാലിദുഹു ബലിൽ യതീമു യതീമുൽ ഇൽമി വൽ അദബി. നമ്മുടെ മക്കൾക്ക് ഇൽമും അറിവും ഉണ്ടെങ്കിൽ നമുക്ക് അവർ നാളെ ഉപകരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരിമാരോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ മക്കളുടെ സന്താന പരിപാലന വിഷയം ഞാൻ നിങ്ങളോട് പറയാൻ കാരണം, പുരുഷന്മാർ അധികവും ഗൾഫിലോ മറ്റ് വിദേശ വിഷയങ്ങളിലോ ആയിരിക്കും ബന്ധപ്പെട്ടിരിക്കുക. എന്നാൽ ആ മക്കളെ വളർത്തേണ്ടതും പരിപാലിക്കേണ്ടതും സ്ത്രീകളായ നിങ്ങളാണ്. നിങ്ങൾ തന്നെയാണോ വേണ്ടാത്തരങ്ങൾ കണ്ടാസ്വദിക്കുന്നത്? പിന്നെ മക്കൾ അങ്ങനെ തന്നെയല്ലേ വരികയുള്ളൂ. ഉമ്മു മദ്രസ, ഉമ്മയാണ് മദ്രസ. ഇന്ന് എത്ര എത്ര വാർത്താ കോളങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ആത്മഹത്യാ മരണങ്ങൾ, മുസ്ലിം സ്ത്രീകൾ കുടുംബബന്ധം വഷളാകുന്നു. എല്ലാ മൊബൈൽ ഫോണിലൂടെയും മറ്റുമൊക്കെ ബന്ധപ്പെടുന്ന മറ്റു കാമുകന്മാരും അന്യ പുരുഷന്മാരും തമ്മിലാണ്. എല്ലാം ഇങ്ങനത്തെ ചീഞ്ഞളിഞ്ഞ വർത്താനങ്ങളാണ്, അല്ലയോ? ഹബീബായ നബി തങ്ങൾ അതുകൊണ്ടല്ലേ പറഞ്ഞത്, ഞാൻ നരകത്തിലേക്ക് എത്തി നോക്കിയപ്പോ അതിന്റെ പകുതി മുക്കാൽ ഭാഗവും സ്ത്രീകളാണ്. സഹോദരിമാർ ചിന്തിക്കണം. ഒരു പെണ്ണിന്റെ സംഭവം ഞാൻ പറഞ്ഞു തരാം. മഹാനായ ഇസ്ലാമിക സൈന്യാധിപനായിരുന്ന മഹാനായ പണ്ഡിതനായിരുന്ന അബൂ ഖുദാമ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിലേക്ക് ഒരു പെണ്ണ് കരഞ്ഞ് കരഞ്ഞു വന്നുകൊണ്ട് പറയുന്നു, അസ്സലാമു അലൈക യാ അബാ ഖുദാമ. അബൂ ഖുദാമ, നാളെ നിങ്ങൾ ഇസ്ലാമിന് വേണ്ടി യുദ്ധത്തിന് പോവുകയാണല്ലോ. ഇസ്ലാമിന് വേണ്ടി യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾക്ക് സംഭാവന ചെയ്യാൻ എന്റെ കയ്യിലൊന്നും തന്നെ ഇല്ല. എന്റെ ഭർത്താവ്
ഭർത്താവ് മുമ്പൊരിക്കൽ നിങ്ങളെ കൂടെ യുദ്ധത്തിൽ ഞാൻ പറഞ്ഞേറ്റ് ഷഹീദായി, മക്കളും ഷഹീദായി. ഇനി എനിക്ക് മക്കളില്ല, ദാനധർമ്മത്തിന് മുതൽ ഒന്നും തന്നെയില്ല. നാളെ ഇസ്ലാമിന് വേണ്ടി നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോ എന്റെ വക ഒരു സംഭാവന ഇതാ എന്ന് പറഞ്ഞുകൊണ്ടൊരു ചെറിയ പൊതി അങ്ങ് കൊടുക്കുകയാ. ആ പൊതിയിലുണ്ടായിരുന്നത് ആ പെണ്ണിന്റെ തലമുടിയായിരുന്നു. അബൂ ഖുദാമ അന്താളിച്ചുകൊണ്ട് ഈ പെണ്ണിനോട് ചോദിക്കുന്നു, എന്തിനാ നിന്റെ തലമുടി പൊതിഞ്ഞു കൊണ്ടുവന്നത്? ആ പെണ്ണ് കരഞ്ഞു പറയുന്നത്, സുബ്ഹാനല്ലാഹ്, എന്റെ ഭർത്താവും എന്റെ മക്കളും ഞാൻ ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് എന്റെ കയ്യിൽ ദീനാറും ദിർഹമും ഒക്കെ ഞാൻ സംഭാവന നൽകിത്തീർന്നു. ഇനി എനിക്ക് നാളെ നിങ്ങൾ ഇസ്ലാമിന് വേണ്ടി യുദ്ധത്തിന് പോകുമ്പോ ലിതകൂന കലിമത്തുല്ലാഹി അൽ-ഉല്യാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ജിഹാദിന് പോകുമ്പോ എന്തെങ്കിലും സംഭാവന നൽകണമെന്ന് എനിക്കുണ്ട്. പക്ഷേ ഒന്നും എന്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ഓരോരോ രോമങ്ങൾ പറിച്ചെടുത്തു കൊണ്ടുവന്നതാണ്. ഏതെങ്കിലും ഒരു മുസ്ലിം സൈന്യാധിപന്റെ കുതിരയുടെ കടിഞ്ഞാണായി മൂക്കുകയറായിട്ടെങ്കിലും ഈ മുടി നിങ്ങൾ ഉപയോഗിച്ചു കൊള്ളുക. അത് നിങ്ങൾ കാശ് കൊടുത്തു വാങ്ങരുതേ. ഒരു കുതിരയുടെ കടിഞ്ഞാണെങ്കിലും എന്റെ വകയാകട്ടെ എന്ന് കരുതിയാണ് ഈ മുടി ഞാൻ പറിച്ചെടുത്ത് കെട്ടാക്കി കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ ഇതിനോടുള്ള താല്പര്യമായിരുന്നു. ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഈ കാണുന്ന ആഡംബരങ്ങളും ഇവിടത്തെ ഈ സുഖങ്ങളും ഇവിടത്തെ ആനന്ദങ്ങളും ഇവിടത്തെ പേരും പെരുമകളും അതെല്ലാം നമുക്ക് അവസാനിക്കും. ആരാരും നമ്മുടെ കൂടെയില്ലാത്ത ഫരീദൻ വഹീദൻ ബദ ഇസ്സു വമിന്നതി റഹീനൻ ബിജുർമി വതുറാബു ബിസാദിയാ. മണ്ണിന്റെ തടയണ വരുന്ന കബറാകുന്ന ജീവിതം നമുക്കുണ്ട്. അവിടത്തേക്കൊരു എത്തിനോട്ടം നടത്തുക. ആ വിജയം നോക്കിയിട്ട് അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുക. അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച് അവസാനം ഈമാൻ സലാമത്തായി മരിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.